എന്തോ പറഞ്ഞിട്ടുണ്ട്? യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം യേശുവിൻ്റെ ഒന്നാമത്തെ വരവിങ്കൽ നിറവേറുകയുണ്ടായി. ഡീറ്റെയിലായി പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനൊന്ന് തൊട്ടു പോകാം. യേശു എവിടെ ജനിക്കുമെന്ന്, എങ്ങനെ ജനിക്കുമെന്ന്, എവിടെ വളരുമെന്ന്, എന്തോ ഭക്ഷിച്ച് വളരുമെന്ന്, മാത്രമല്ല അവൻ ഏത് സാഹചര്യത്തിലായിരിക്കുമെന്ന്, അവൻ്റെ മേൽ കർത്താവിൻ്റെ മേൽ പിതാവായ ദൈവം അയക്കുന്ന അഭിഷേകം എന്തെന്ന്, കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ എന്തെന്ന്, അവൻ്റെ ജീവിതശൈലി എന്തെന്ന് മറ്റും എല്ലാ പ്രവാചകന്മാരും പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യേശു കർത്താവ് എങ്ങനെ മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും സ്വർഗാരോഹണം ചെയ്യുമെന്നും പിതാവിൻ്റെ സന്നിധിയിൽ ഏകമധ്യസ്ഥനായി എങ്ങനെ തുടരുമെന്നും നാളിതുവരെയുള്ളതായ എല്ലാ കാര്യങ്ങളും സ്തോത്രം പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ ഒരു വസ്ത്രമായി ചിത്രീകരിച്ചാൽ 45 സങ്കീർത്തനത്തിൽ കാണുന്ന ചിത്രത്തൈലുള്ള ഒരു വസ്ത്രമായി നമ്മൾ ചിത്രീകരിച്ചാൽ അതിൻ്റെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ട്രൂത്ത്, അതിൻ്റെ ഊടും അതിൻ്റെ പാപം, വെർട്ടിക്കൽ ട്രൂത്തും ഹൊറിസോണ്ടൽ ട്രൂത്തും ഒരുമിച്ചിട്ട് പ്രവചനാത്മാവിൽ മെനഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഏത് പ്രവാചകന്മാരാണോ കർത്താവായ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് കാര്യമായി പറയാതെ പോയത്, അവരെല്ലാവരും തന്നെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് കർത്താവ് കടന്നു വരുന്നത്? ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് യേശു കർത്താവ് മടങ്ങി വരുന്നതിനെക്കുറിച്ച്. യേശു വരുന്നത് 1000 ആണ്ട് ഈ ലോകത്തിൽ ഭരണം നടത്താനാണ്. നല്ല കാര്യം. യേശു വരുന്നത് ജാതികളെ ന്യായവിധിക്കാനാണ്. യേശു വരുന്നത് സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ട് പിന്നത്തേതിൽ നരകത്തീയിലേക്ക് അവനെ തള്ളിയിടാനാണ്. യേശു വന്നാൽ മാത്രമേ അന്ത്യ ന്യായവിധി നടക്കത്തുള്ളൂ. അങ്ങനെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് പറയാൻ തക്കണം കഴിയും. പക്ഷേ ഇന്ന് വളരെ ആമുഖമായി, വളരെ ഹ്രസ്വമായി, വളരെ ചെറിയൊരു ഗ്ലിംസായി, ചെറിയൊരു തുള്ളിയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശു വരുന്നത്, കർത്താവ് വരുന്നത് തൻ്റെ സഭയെ ചേർപ്പാൻ കടന്നു വരുന്നു. നമ്മെ സംബന്ധിച്ച് കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്, യേശു മറ്റെന്തിനോ വേണ്ടിയല്ല വരുന്നത്. പകരം യേശു കർത്താവ് കടന്നു വരുന്നത് കർത്താവിൻ്റെ സഭയെ ചേർപ്പാൻ യേശു കടന്നു വരികയാണ്. അതുകൊണ്ട് ഈ ഹ്രസ്വമായ സ്റ്റഡിക്ക് ഇന്ന് ഈ സെഷന് ഞാൻ കൊടുത്ത ടൈറ്റിൽ ഇതാണ്: ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു സഭ. ക്രിസ്തുവിൻ്റെ സഭ. പല സഭകളുണ്ട്. സാത്താന്യ സഭകളും ഉള്ളതായി കേൾക്കുന്നു. അനേകം സഭകളുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് എന്താണ്? സഭ എന്ന് പറയുന്നത്, സഭയുടെ നിർവചനം നമ്മൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 2:48 വായിക്കുമ്പോൾ പറഞ്ഞേ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ഒരിക്കൽ കൂടെ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവർ കരങ്ങളെ ഉയർത്തിയാട്ടെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതെ, നിങ്ങളാണ് ദൈവത്തിൻ്റെ സഭ. ഏതെങ്കിലും ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ല സഭ. സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരാണ് ദൈവത്തിൻ്റെ സഭ. പുതിയ നിയമത്തിൽ യേശു കർത്താവ് സുവിശേഷത്തിൽ 2 പ്രാവശ്യം മാത്രമേ സഭ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളൂ. മത്തായി സുവിശേഷം 16 അധ്യായത്തിലാണ് അത്. ആ 2 പ്രാവശ്യവും യേശു പറഞ്ഞത് എക്ലീഷ്യ അഥവാ സഭ എന്ന പദം അവിടെ കാണുവാൻ കഴിയും. ഗ്രീക്കിലാണല്ലോ പുതിയ നിയമം എഴുതിയത്. ഗ്രീക്കിൽ സഭ എന്ന സ്തോത്രം, സഭ എന്നെഴുതിയിരിക്കുന്ന പദം എക്ലീഷ്യ എന്നാണ്. അർത്ഥം ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനം. ഒരു പ്രത്യേക ദൈവിക ആവശ്യത്തിന് വേണ്ടി ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ. മനസ്സിലാക്കണം, ഇന്ന് രാത്രി എന്തിനു വേണ്ടി ദൈവം നിങ്ങളെ രക്ഷിച്ച സഭയിൽ ഇരുത്തിയിരിക്കുന്നു? ഒരു പ്രത്യേക ദൈവിക ആവശ്യം നിങ്ങളിലൂടെ കർത്താവിന് നിറവേറ്റുവാനുണ്ട്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു പ്ലാൻ കാണത്തില്ല, നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും കാണത്തില്ല. പക്ഷേ സ്തോത്രം, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തത് വലിയൊരു പദ്ധതി ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുണ്ട്. അങ്ങനെ ആ ദൈവിക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നവരുടെ പേരാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. സഭയെന്ന് പറയുന്നത് സൺഡേ വരുന്നതാണോ? അല്ല. സഭയെന്ന് പറയുവാൻ സ്തോത്രം കുറച്ച് പാട്ട് പാടുന്നതോ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതോ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്നു നോക്കുന്നതോ നല്ല പ്രസംഗം യൂട്യൂബിലും ഫേസ്ബുക്കിലും നേരിട്ടുമൊക്കെ കേൾക്കുന്നതാണോ? അല്ല. പകരം ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്
ദൈവത്തെ സ്തോത്രം അനുഭവിച്ച് ജീവിക്കുന്ന ദൈവജനം തന്നെയാണ്. നിങ്ങൾ ചർച്ചിൽ വരുന്നു, കൂടി വരുന്നുണ്ട്, സ്തോത്രം, നിങ്ങൾ സ്തോത്രകാഴ്ച ഇടുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്, എല്ലാത്തിനും താങ്ക്സ്. പക്ഷേ അതേ സമയത്ത് ദൈവസഭയെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മറന്നുപോകല്, അപ്പോസ്തല പ്രവൃത്തി 2 അനുഭവിക്കുന്നതാണ് ദൈവസഭ. അപ്പോസ്തല പ്രവൃത്തി 2 അനുഭവിക്കുന്നതാണ് ദൈവസഭ. കാരണം അപ്പോസ്തല പ്രവൃത്തി 2 സഭയുടെ ഉദ്ഘാടനം നടന്നത്. സഭയുടെ ഉദ്ഘാടന ദിവസം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 120 പേർ മാളിക മുറിയിൽ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. ആ 120 പേരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും ആ മാളിക മുറിയിൽ അവരെല്ലാവരും ഒന്നിച്ച് കൂടിയിരുന്നു. അവർ കൂടിയിരുന്നപ്പോൾ പരിശുദ്ധ ആത്മാവ് കടന്നു വന്നു. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മ നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. 3000 പേർ സ്നാനപ്പെട്ടു. അതായിരുന്നു ചർച്ചിൻ്റെ ഉദ്ഘാടനം, സഭയുടെ ഉദ്ഘാടനം. ചർച്ച ഉദ്ഘാടനം നടന്നത്, ചർച്ചിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഏതോ പ്രാദേശിക സഭയായിട്ടല്ല ചർച്ച തുടങ്ങിയത്. ശ്രദ്ധിക്കണം, 14 ഭാഷക്കാർ അവിടെ ഓടിക്കൂടി. 14 ഭാഷക്കാർ അവിടെ ഓടിക്കൂടി. സഭയുടെ ഉദ്ഘാടനം ഇൻ്റർനാഷണൽ ആയിരുന്നു. അന്തർദേശീയമായിട്ടാണ് ദൈവത്തിൻ്റെ സഭ തുടങ്ങിയത്. കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറയുമ്പോൾ, യു ഷാൽ റിസീവ് പവർ, നിങ്ങൾ ശക്തി ലഭിച്ച ശേഷം യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറയുമ്പോൾ യേശു കണ്ടത് പ്രത്യേക ഒരു ഭാഷയോ ഏതോ ദ്വീപോ ഏതോ ഒരു വർഗമോ ഒന്നുമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, എല്ലാ ഭാഷകളിൽ നിന്നും, എല്ലാ ജാതികളിൽ നിന്നും, എല്ലാ വർഗത്തിൽ നിന്നും സ്തോത്രം, അതെ, വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സഭ. അപ്പോൾ സഭയെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കാഴ്ചപ്പാട് നോക്കിയേ. സഭയെന്ന് പറയുന്നത് കർത്താവിൻ്റെ ചിന്തയിൽ, കർത്താവിൻ്റെ മനസ്സിൽ ചെറിയൊരു ഹാളോ കുറച്ച് മലയാളികളോ അല്ലെങ്കിൽ ഈവൻ നമ്മൾ മാത്രം കാണുന്നതായ കുറച്ച് ദൈവമക്കളോ അല്ല. ദൈവം എപ്പോഴും പറയുമ്പോൾ ദൈവത്തിൻ്റെ വാക്കിലും ദൈവത്തിൻ്റെ പ്രിസംഷനും ദൈവത്തിൻ്റെ ഐഡിയയിൽ, ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവം ഇടുങ്ങിയ കാര്യങ്ങളല്ല കാണുന്നത്, ദൈവം വലിയ കാര്യങ്ങളാണ് കാണുന്നത്. ആരും മിണ്ടുന്നില്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവം കാണുന്നത് ഏതോ കുഞ്ഞു കാര്യങ്ങളല്ല ദൈവം കാണുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തരികൾ പോലെ എന്ന് വിശ്വാസികളെ പിതാവിനെ നോക്കി പറഞ്ഞ ദൈവം, സ്തോത്രം, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചും നിങ്ങളുടെ തലമുറകളെക്കുറിച്ചും അതിലുപരി നിങ്ങളുടെ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചും ദൈവം ചെറുതല്ല കാണുന്നത്. ദൈവം കാണുന്നത് എപ്പോഴും വലുതാണ് കാണുന്നത്. അതുകൊണ്ടാണ് യെശയ്യാവിലൂടെ ദൈവം പറഞ്ഞത്, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. അപ്പോൾ വലിയ വഴികളും വലിയ പദ്ധതികളും, സ്തോത്രം, അതേ പദ്ധതികളുടെയും ദൈവം സഭയെക്കുറിച്ച് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ് ദൈവം കണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കണമേ, സ്തോത്രം, ദൈവസഭ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2 അനുഭവിക്കുന്നതാണ് ദൈവത്തിൻ്റെ സഭ. എൻ്റെ അഭിപ്രായത്തിലല്ല, വേദപുസ്തക പ്രകാരം സൺഡേ കൂടി വന്ന് 2 പാട്ട് പാടി, സ്തോത്രം, ഇടയ്ക്ക് ചതഞ്ഞൊന്ന് സ്തുതിച്ച് ഒരു കൂടി വരവല്ല ദൈവസഭ. സഭ എന്ന് പറയുന്നെങ്കിൽ അവിടെ 7 കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം. ഞാൻ പണ്ട് ഇതൊക്കെ സ്തോത്രം, അതേ പഴയ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ആണ്. അതുകൊണ്ട് വെറും സ്തോത്രം ഒരു ഓട്ടപ്രദക്ഷിണമായി മാത്രം ഞാൻ സ്തോത്രം ഇന്ന് രാത്രി കടന്നു പോകട്ടെ. അതെ, ദൈവത്തിൻ്റെ സഭ എന്ന് പറയുമ്പോൾ ആ സഭയ്ക്ക് 7 അപ്പോസ്തലിക ഉപദേശങ്ങൾ ഉണ്ടായിരിക്കണം. അതിന് പറയുന്ന 7 അപ്പോസ്തലിക ഉപദേശമില്ലാത്തത് ഒരിക്കലും സഭയല്ല. അതിന് സൺഡേ ക്ലബ് എന്നേ പേരിടാൻ കഴിയത്തുള്ളൂ. ഉപദേശത്തിൽ, വചനത്തിൽ നിൽക്കാത്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെ അത് ഓർത്ത് ചിന്തിക്കണം. നിങ്ങൾ ഏതിൽ നിൽക്കണം? ട്രാക്കിൽ ട്രെയിൻ നിൽക്കുന്നത് പോലെ, കേരളയിലായാലും ഇന്ത്യൻ റെയിൽവേ ആണെങ്കിലും ലോകത്തിലെ ഏത് ട്രെയിനാണെങ്കിലും അത് ട്രാക്കിൽ നിൽക്കുന്നത് പോലെ സ്വർഗത്തിലേക്ക് പോകാനും ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഈ പുസ്തകമനുസരിച്ചാണ് ദൈവകൃപയാൽ ജീവിക്കേണ്ടത്, ദൈവകൃപയാൽ നിൽക്കേണ്ടത്. ആ വചനത്തിൽ നിൽക്കുമ്പോൾ അവിടെ ആ ചർച്ചിൽ വെളിപ്പെട്ട 7 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. 1, രക്ഷ, അവർ രക്ഷിക്കപ്പെട്ടവരാണ്. 2, അവർ മാനസാന്തരപ്പെട്ടവരാണ്. 3, അവർ സ്നാനപ്പെട്ടവരാണ്. രക്ഷ, മാനസാന്തരം, സ്നാനം. പിന്നെ അവർ വേറുപെട്ടവരാണ്, സെപ്പറേഷൻ. ജാതികളെ പോലെയല്ല, അവർ വേറുപെട്ടവരാണ്. പിന്നെ അവർ സ്തോത്രം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ്. അവർ ആത്മാവിൽ നിറഞ്ഞവരാണ്. അവർക്ക് ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു. അവർക്ക് എന്തുണ്ടായിരുന്നു? അവർക്ക് കർത്തൃമേശ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളെല്ലാവരും കർത്തൃമേശയ്ക്ക് വേണ്ടി എത്തിയവരെന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. ആമേൻ. കർത്തൃമേശ ഉള്ളവരാണ് ദൈവത്തിൻ്റെ സഭ, അല്ലെങ്കിൽ അനുഭവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ സഭ. പിന്നെ സ്തോത്രം, 7-മതായി അവർ പ്രാർത്ഥിക്കുന്നവരാണ്. രക്ഷ, അതേ, മാനസാന്തരം, സ്നാനം, വേർപാട്, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, കർത്താവിൻ്റെ മേശ, പ്രാർത്ഥന എന്നീ ഈ 7 കാര്യം
സ്തോത്രം അനുഭവിച്ചാണ് ദൈവത്തിൻ്റെ സഭയുടെ ചലനം തുടങ്ങുന്നത്. ആരെങ്കിലും പറയുകയാണ് സ്തോത്രം ഈ 7 കാര്യം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളെ നിർത്തി എന്ന് പറയുന്നെങ്കിൽ നോ, നിങ്ങൾക്ക് LKG നമ്മളായിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നേഴ്സറി ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. അവിടെ നിന്ന് അതിവേഗം ബഹുദൂരം നമുക്കൊത്തിരി മുന്നേറുവാനുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സോ അവിടെ മുതൽ ആരംഭിക്കുകയാണ് സഹോദരങ്ങളെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. ആ സഭയ്ക്ക് സ്തോത്രം ധാരാളം ഉപമകളുണ്ട്. 7 മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളതും നിങ്ങൾക്ക് എനിക്ക് എന്നെ നോക്കി തിരിച്ചു പറയാനുള്ളതും ഞാൻ പറയട്ടെ. സ്തോത്രം സഭയെക്കുറിച്ചുള്ളതായ 7 ഉപമയൊന്നുമല്ല, ധാരാളമുണ്ട്. പക്ഷേ ഇൻ ജനറലായി മിക്കവാറും പെന്തക്കോസ്റ്റൽ കരിസ്മാറ്റിക് ലീഡേഴ്സ് പ്രീച്ചേഴ്സ് പറയുന്നതായ 7 ഉപമകൾ സ്തോത്രം ഞാൻ പറയട്ടെ. സഭ എന്ന് പറയുന്നത് ഉത്തമഗീതം 4:12 വായിക്കുമ്പോൾ അത് കെട്ടിയടച്ച തോട്ടമാണ്. അത് കെട്ടിയടച്ച തോട്ടമാണ്. പിന്നെ അത് മുദ്രയിട്ട കിണറാണ്. സഭയെന്ന് പറയുന്ന മുദ്രയിട്ട കിണറാണ്. സ്തോത്രം ഉത്തമഗീതം 6:10 വായിക്കുമ്പോൾ അതൊരു സൈന്യമാണ്. സഭയെന്ന് പറയുന്ന കർത്താവിൻ്റെ സൈന്യമാണ്. സ്തോത്രം 3 വാക്യങ്ങളാണ് ഉത്തമഗീതത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത്. സഭ എന്താണ്? സഭ എന്ന് പറയുന്നത് അതൊരു തോട്ടമാണ്, അത് മുദ്രയിട്ടിരിക്കുന്ന കിണറാണ്, അതൊരു സൈന്യമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ എന്ന് പറയുന്ന ശരീരമാണ്, സഭ എന്ന് പറയുന്ന ഭവനമാണ്, സഭ എന്ന് പറയുന്നത് കെട്ടിടം ആണ്. സ്തോത്രം. അതെ, അങ്ങനെ ദൈവസഭയെക്കുറിച്ച് ധാരാളം ഉപമകൾ നിങ്ങൾക്ക് ഇതുപോലെ പറവാന്തക്കൊണം കഴിയും. സ്തോത്രം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 9 വരെ വായിക്കുമ്പോൾ സഭയെന്ന് പറയുന്നത് മണവാട്ടിയുമാണ്. സഭയെന്ന് പറയുന്നത് മണവാട്ടിയുമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്തോത്രം. അതെ, സഭയെന്ന് പറയുന്നത് മുദ്രയിട്ട കിണറാണ്, കെട്ടിയടച്ച തോട്ടമാണ്, ദൈവത്തിൻ്റെ സൈന്യമാണ്, ശരീരമാണ്, കെട്ടിടമാണ്. സ്തോത്രം. അതെ, ഭവനമാണ്, ദൈവത്തിൻ്റെ അതെ മണവാട്ടിയാണ്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് ദൈവത്തിൻ്റെ സഭ. ഈ സഭ സ്തോത്രം ഉളവായത് എങ്ങനെയാണ്? സഭ ഉണ്ടായത് ക്രിസ്തു യേശു നിമിത്തമാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ കാൽവരി മരണം നിമിത്തമാണ് ദൈവസഭ ഉണ്ടായത്. ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിടേണ്ടതാണ്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചിരിക്കുന്നു എങ്കിൽ ക്രൂശിലെ മരണം നിമിത്തമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വന്നത്. അതുകൊണ്ട് ക്രൂശിനെ മാറ്റി നിർത്തിയാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ഒന്നുമില്ല. എനിക്കൊരു നട്ടലുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ നോക്കി എനിക്ക് പറവാൻ കഴിയുന്നത്. സപ്പോസ് ഈ നട്ടല് സ്തോത്രം ഊരിയെടുത്താൽ, അങ്ങനെ വരാതിരിക്കട്ടെ, സ്തോത്രം ആർക്കും തന്നെ നട്ടൽ ഊരിയാൽ നിൽക്കാൻ കഴിയത്തില്ല, കൊളാപ്സ് ആയി പോകും. ഇതുപോലെ തന്നെ ക്രൂശ് നമ്മിൽ നിന്ന് മാറ്റിയാൽ, ക്രൂശ് നമ്മുടെ ആരാധനയിൽ നിന്ന് പോയാൽ, ക്രൂശ് നമ്മുടെ പാട്ടിൽ നിന്ന് പോയാൽ, ക്രൂശ് നമ്മുടെ പ്രസംഗത്തിൽ നിന്ന് പോയാൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രൂശ് പോയാൽ സ്തോത്രം അതെ നമ്മുടെ ലൈഫ് കൊളാപ്സ് ആയി പോകും, നമ്മുടെ ജീവിതം തകർക്കപ്പെടും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവേ കുടുംബത്തിനായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ജോലിക്കായി സ്തോത്രം, വിദ്യാഭ്യാസത്തിനായി സ്തോത്രം, വരുമാനത്തിനായി സ്തോത്രം, അഭിഷേകത്തിനായി സ്തോത്രം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയും. പക്ഷേ നിങ്ങൾ എത്ര പേരാണ് സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, കർത്താവേ കാൽവരി ക്രൂശിൽ അവിടെ നിന്ന് എനിക്ക് വേണ്ടി മരിച്ചതിനായി സ്തോത്രം, കാൽവരി ക്രൂശിൽ പിതാവായ ദൈവമേ അങ്ങയുടെ പുത്രനെ എനിക്ക് വേണ്ടി തന്നതിനായി സ്തോത്രം. സ്തോത്രം അതുള്ളത് കൊണ്ടാണ് ബാക്കി എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ദൈവകൃപയാൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, എല്ലാവരും അധരങ്ങളെ തുറന്ന് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ വാ തുറന്ന് ലജ്ജിക്കാതെ പറയണം, താങ്ക് യു ലോർഡ് ഫോർ ദ ക്രോസ്. ക്രൂശിനായി സ്തോത്രം, ക്രൂശിനായി സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ നന്ദിയോടെ. ക്രൂശിനായി സ്തോത്രം. കാൽവരി ക്രൂശിന്മേൽ ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് സ്തോത്രം എന്തുണ്ടായത്. ദൈവത്തിൻ്റെ സഭയാകുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ഒന്നാം ആദാം സ്തോത്രം, ഒന്നാം ആദാം ഏദൻ തോട്ടത്തിലായിരിക്കുമ്പോൾ ദൈവം അവനെ ഉറക്കി കിടത്തി അല്ലേ, ഗാഢനിദ്ര ആദാമിന് കൊടുത്തു എന്നാണ് സ്തോത്രം ഉൽപ്പത്തി പുസ്തകം ആരംഭ പേജുകളിൽ നിങ്ങൾ വായിക്കുന്നത്. അതിന് ഉറക്കി കിടത്തിയിട്ട് ഒന്നാമത്തെ സർജറി ദൈവം ചെയ്യുകയാണ്. ഒന്നാമത്തെ ഓപ്പറേഷൻ നടന്നത് അപ്പുറത്തെ ഹോസ്പിറ്റലിലല്ല, ഒന്നാമത്തെ ഓപ്പറേഷൻ നടന്നത് ഏദൻ തോട്ടത്തിൽ. ഒന്നാമത്തെ സർജൻ എന്ന് പറയുന്നത് യഹോവ റാഫിയാകുന്ന സർവശക്തനായ കർത്താവാണ്. എനിക്ക് തോന്നുന്നു ആ വാരിയൽ എടുത്തപ്പോൾ ആദാമിൻ്റെ സൈഡിൽ ആ ഓപ്പറേഷൻ്റെ സ്കാർ പോലും ഇല്ലാതെ കർത്താവ് അത്ഭുതകരമായി അവൻ്റെ വാരിയലിനെ പുറത്തെടുത്ത് കാണും. ഇന്ന് രാത്രിയിലും യേശുവിൻ്റെ നാമത്തിൽ ഒരു ഓപ്പറേഷൻ്റെ സ്കാർ പോലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകല്ല. പല സ്ഥലങ്ങളിൽ പല രോഗശാന്തി ശുശ്രൂഷകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്തോത്രം പറഞ്ഞിട്ടുണ്ട്, ജനം അനുഭവിച്ചിട്ടുണ്ട്. സൂചിയും നൂലുമില്ലാതെ കത്തിവെക്കാതെ കർത്താവ് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ്റെ പാട് പോലുമില്ലാതെ കർത്താവ് അത്ഭുതകരമായി എത്രയോ മാരകമായ രോഗങ്ങളിൽ നിന്ന് ജനം സൗഖ്യമാകുന്നു. സ്തോത്രം. അതെ,
പല സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ഓപ്പറേഷൻ സ്കാർ പോലും, ഓപ്പറേഷൻ്റെ പാടുകൾ പോലും, അതേ മാറിയ സാക്ഷ്യങ്ങൾ പോലും ദൈവജനം പറഞ്ഞിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം. സ്തോത്രം. അതെ, ഏദെൻ തോട്ടത്തിൽ ആദാമിനെ ദൈവമായ കർത്താവ് സ്തോത്രം ഒന്നാമത്തെ സർജറിക്ക് വിധേയനാക്കി അവൻ്റെ അകത്ത് ഉണ്ടായിരുന്നതായ ആ വാരിയലിനെ പുറത്തെടുത്ത്, എക്സ്ക്യൂസ് മീ, അവൻ്റെ അകത്തുണ്ടായിരുന്ന വാരിയൽ എന്ന് പറയുന്നതിനേക്കാൾ ഈ ആദാമിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഹവ ഉണ്ടായിരുന്നു. ഹവ എന്ന് പറയുന്നത് 2 in 1. പണ്ട് നമുക്ക് ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നല്ലോ. എത്ര പേർ ഓർക്കുന്നുണ്ട്? മറ്റേ കാസറ്റ്, ഇങ്ങനെ കറങ്ങുന്ന ചെറിയ കാസറ്റ്, അല്ലെ റേഡിയോ ഉണ്ടായിരുന്നു, ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. എൻ്റെ പേര് നമ്മൾ വിളിച്ചിരുന്നത് 2 in 1 എന്നാണ്. സോ 2 in 1. ഇതുപോലെ തന്നെ ആദാം ദൈവത്താൽ ഉളവാക്കപ്പെട്ട് വന്നപ്പോൾ അവൻ്റെ അകത്ത് ആരുണ്ട്? അവൻ്റെ അകത്ത് ഒരു ഹവ്വ കൂടിയുണ്ട്. പക്ഷെ തക്ക സമയത്ത് ദൈവം അത് പുറത്തെടുത്തു. ഇതുപോലെ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എന്തുകൊണ്ട്? അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സഭയുണ്ട്. സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് വന്നത്. സ്തോത്രം. അതേ, മുഴുവൻ മാനവജാതിയെ വീണ്ടെടുക്കാനാണ് യേശു വന്നത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ സബ്ജക്റ്റിൽ പറഞ്ഞാൽ, സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് വന്നത്. സോ ഏദെൻ തോട്ടത്തിൽ ആദാമിനെ ദൈവം ഉറക്കിക്കിടത്തി അവൻ്റെ വിലാപ്പുറത്തുനിന്ന് ആ വാരിയലിനടുത്ത് ഒരു ഹവ്വയെ ഉണ്ടാക്കിയതുപോലെ സ്തോത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ അതേ പിതാവായ ദൈവം യേശുവിനെ മയക്കിയല്ല കിടത്തിയത്, യേശുവിനെ തകർത്ത് കിടത്തി. യെശയ്യാ 53:10 പിതാവായ ദൈവം അവനെ തകർത്ത് കളഞ്ഞു. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. താങ്ക് യു. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്തിനാ സഹോദരങ്ങളെ? ഒരു കാരണവശാലും നിങ്ങൾ തകർന്നു പോകാതിരിപ്പാൻ. ഒരു കാരണവശാലും നിങ്ങൾ തകർന്നു പോകാതിരിപ്പാൻ നിങ്ങളുടെ തകർച്ചകൾ മുഴുവൻ യേശു ഏറ്റെടുത്തു. ഇന്ന് രാത്രി വളരെ നന്നായി ജീവിക്കുന്ന ഒരു കൂട്ടം ജനമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷേ ആ റൂമിലിരുന്ന് ആരെങ്കിലും എന്നെ കേൾക്കുമ്പോൾ തകർന്ന് ജീവിക്കുന്നെങ്കിൽ മനസ്സിലാക്കണമേ, മേലാൽ നരകിച്ച് തകർന്ന് നിരാശയോടെ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങളുടെ മുഴുവൻ തകർച്ചയും ക്രൂശിന്മേൽ യേശു ഏറ്റെടുക്കുകയുണ്ടായി. അതെ, അങ്ങനെ യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. 1 കൊരിന്ത്യർ 15, 3, 4, 5 വാക്യങ്ങൾ തിരുവചന പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പടയാളി കടന്നു വന്ന് ഏദെൻ തോട്ടത്തിൽ നടന്നത് തന്നെ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. പഴയ നിയമം സ്തോത്രം ഷാഡോ, പുതിയ നിയമം സബ്സ്റ്റൻസ്. പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൻ്റെ ആ നിഴല് തന്നെ പുതിയ നിയമത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു. ആ റോമ പടയാളി കടന്നു വന്ന് യേശുവിൻ്റെ വിലാപ്പുറം കുത്തി തുളച്ചപ്പോൾ യോഹന്നാൻ 19:34 പറയുന്നു, ബ്ലഡ് ആൻഡ് വാട്ടർ. സ്തോത്രം. രക്തവും വെള്ളവും പുറത്തേക്ക് ഒഴുകി. രക്തമെന്ന് പറയുന്നത് രക്തം തന്നെയാണ്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. രക്തത്താലാണ് ദൈവസഭയെ, ദൈവജനത്തെ അവൻ വീണ്ടെടുത്തത്. നിങ്ങൾ വീണ്ടെടുത്തത് ഡോളറോ ഡിഗ്രിയോ പണമോ കുടുംബസ്വത്തോ ഒന്നുമല്ല. അവയ്ക്കെല്ലാം ഒരളവുണ്ട്. എന്നാൽ അളവില്ലാത്ത, വിലയ്ക്ക് അളവില്ലാത്ത, വില കൊടുത്താൽ കിട്ടാത്ത, വിലയ്ക്ക് അളവില്ലാത്ത, ഞാൻ ആവർത്തിക്കുന്നു, വിലയ്ക്ക് അളവില്ലാത്ത ഒരേ ഒരു കാര്യമാണുള്ളത്, യേശുവിൻ്റെ രക്തം. ആ യേശുവിൻ്റെ രക്തത്താൽ ദൈവമായ കർത്താവ് നിങ്ങളെ വീണ്ടെടുത്തു. ലോകത്തിലുള്ള സകല അതേ സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയാലും, എല്ലാ ബാങ്കിൽ എല്ലാ നിക്ഷേപങ്ങൾ ഒരുമിച്ച് കൂട്ടിയാലും കർത്താവ് യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒരു തുള്ളി പോയിട്ട് ഒരു അയാട്ട പോലും അതിൻ്റെ 7 അയലത്ത് വരത്തില്ല. സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, എൻ്റെ അപ്പച്ചൻ്റെ മുമ്പിൽ നിങ്ങളൊത്തിരി വിലയേറിയവരാണ്. നിങ്ങളൊക്കെ നിലയും വിലയും തരാൻ വേണ്ടിയാണ് അവൻ്റെ വിലയേറിയ രക്തത്താൽ അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ അങ്ങനെ പറയുന്നു, അവൻ്റെ വിലയേറിയ രക്തത്താൽ അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. യു ആർ റിഡീംഡ്, റിഡംഷൻ. ആ വിലയേറിയ രക്തത്താൽ കർത്താവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. പിന്നെ രക്തം മാത്രമല്ല, വെള്ളം കൂടെ പുറത്തേക്ക് ഒഴുകി. ആ വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. എഫേസ്യർ 6:26-27 വാക്യങ്ങൾ പറയുന്നു, ജലം, സ്തോത്രം, അഥവാ വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് മനസ്സിലാക്കണം, യേശുവിൻ്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്താൽ നാം കഴുകപ്പെട്ടു. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു. സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ വചനത്താൽ കഴുകപ്പെടുന്നു. എൻ്റെ സബ്ജക്റ്റ് അല്ലെങ്കിലും പഴയ നിയമത്തിൽ പുരോഹിതൻ സ്തോത്രം ഒരേ ഒരു ദിവസമാണ് വലത് കാതിൽ, വലത് കൈ പെരുവിരലിൽ, വലത് കാലിൻ്റെ പെരുവിരലിൽ രക്തം പുരട്ടുന്നത്. രക്തത്താൽ ഒരിക്കലേ കഴുകപ്പെടത്തുള്ളൂ. പക്ഷേ വെള്ളത്താൽ ഡെയിലി കഴുകപ്പെടുകയാണ്. യേശുവിൻ്റെ രക്തം ഒരിക്കലാണ് നിങ്ങളെ കഴുകുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഡെയിലി ദൈവവചനം കഴുകുകയാണ്, വെള്ളത്താൽ കഴുകുകയാണ്. അങ്ങനെ സ്തോത്രം. ദൈവത്തിൻ്റെ സഭ ഉളവാക്കപ്പെടുകയുണ്ടായി.
സ്തോത്രം. അങ്ങനെ യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? സഭയ്ക്ക് വേണ്ടിയാണ് യേശു ഈ ലോകത്തിൽ വന്നത്. സ്തോത്രം. സഭയ്ക്ക് വേണ്ടി കർത്താവ് യേശു വന്നു. എന്നാൽ സഭയ്ക്ക് വേണ്ടി കടന്നു വന്ന കർത്താവ് വീണ്ടും, സ്തോത്രം, സഭയ്ക്ക് വേണ്ടി തന്നെ അതെ വീണ്ടും കടന്നു വരുന്നുണ്ട്. എബ്രായലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. എബ്രായർ 9:28 യേശുവിൻ്റെ 2 വരവും ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത് അവൻ വന്നത് എന്താണ്? അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അപ്പോൾ 2000 വർഷങ്ങൾക്കും ഒരിക്കൽ വന്ന എന്തിനാണ്? പാപങ്ങളെ ചുമക്കാൻ. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി. പാപങ്ങളെ ചുമക്കാൻ. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപം ഇല്ലാത്തവനെ ദൈവം പാപം ആക്കി. പാപം ഒഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് പാപം ഇല്ലാത്തവനായ കർത്താവിനെ ദൈവം, സ്തോത്രം, നമുക്ക് വേണ്ടി പാപം ആക്കി. സ്തോത്രം. അവൻ പാപികൾക്കാണ് ഈ ലോകത്തിൽ വന്നത്. 1 തിമോഥെയോസ് 1:15 എല്ലാവർക്കും കാണാതെ അറിയാം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ തന്നെ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് സത്യമായ ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. അങ്ങനെ പാപികൾക്കായി യേശു കർത്താവ് കടന്നു വന്നു. പാപമില്ലാത്ത കർത്താവ് അവൻ നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ പാപ പരിഹാരത്തിന് വേണ്ടി പാപമായി മരിച്ചു. എന്നാൽ സ്തോത്രം, അന്ന് ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പോകുന്നതിന് മുമ്പ് വീണ്ടും പറഞ്ഞു, സ്തോത്രം, ഞാൻ പോകുന്നത് പ്രയോജനം. സ്തോത്രം, ഞാൻ കാര്യസ്ഥൻ വരികയില്ല. ഓൾറെഡി ക്രൂശിൽക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് പറയുകയാണ്, ഞാൻ കാര്യസ്ഥൻ വരികയില്ല. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ പരാക്ലീത്ത, പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ താമസ്മിന, സ്തോത്രം, താൻ സമ്പാദിച്ച രക്തം കൊണ്ട് കർത്താവ് വിലയ്ക്ക് വാങ്ങിയ, ഞാൻ ആവർത്തിക്കുന്നു, രക്തം കൊണ്ട് കർത്താവ് വിലയ്ക്ക് വാങ്ങിയ താൻ സമ്പാദിച്ച സഭയെ ചേർപ്പാൻ യേശു കർത്താവ് വേഗം വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതെ, അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. പക്ഷേ രണ്ടാമത് പ്രത്യക്ഷനാകുന്നത് ആർക്ക് വേണ്ടിയാണ്? ഒന്നാമത് പ്രത്യക്ഷനായത് പാപികൾക്ക് വേണ്ടിയാണെങ്കിൽ, വീണ്ടും പാപം ചെയ്ത് പിന്മാറ്റത്തിലോ മറ്റോ ജീവിക്കുന്നവർക്ക് വേണ്ടിയല്ല യേശു വീണ്ടും പ്രത്യക്ഷനാകുന്നത്. പാപം കൂടാത്തവർക്ക് യേശു കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകുന്നു. ആ വാക്യം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്കായി വായിക്കട്ടെ. പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ചില ട്രാൻസ്ലേഷനിൽ പാപമില്ലാത്തവർക്ക് അവൻ വീണ്ടും പ്രത്യക്ഷനാകും എന്നെഴുതിയിരിക്കുന്നു. അന്ന് വന്നത് യേശു പാപികൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഇനി യേശു വരുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവസഭയാകുന്ന ശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി യേശു കർത്താവ് കടന്നു വരുന്നു. സങ്കീർത്തനം 50:5 പറയുന്നു, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. യേശു കർത്താവ് വരുന്നത് ആർക്ക് വേണ്ടിയാണ്? വിശുദ്ധന്മാർക്ക് വേണ്ടി വരുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ആർക്ക് വേണ്ടി? വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് കടന്നു വരുന്നു. സ്തോത്രം. അപ്പോൾ യേശു വരുന്നത് ക്രിസ്തു സഭയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതായ പ്രത്യേകതയാണ്. മനസ്സിലാക്കണം, യേശു സഭയെ ചേർപ്പാൻ വീണ്ടും കടന്നു വരുന്നു. ആ സഭയുടെ ചില പ്രത്യേകതകൾ ഞാൻ പറയട്ടെ. സ്തോത്രം. ആ സഭയുടെ പ്രത്യേകതകൾ, ഒന്നാമതായി ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. സഭയുടെ ഒന്നാമത്തെ പ്രത്യേകത ഫിലിപ്പിയർ 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് വായിക്കുക. നമുക്ക് ഒരുമിച്ച് വായിക്കാം, നിങ്ങൾ അല്ലെങ്കിൽ ബോറടിക്കുക. 3:20. സ്തോത്രം. ഈ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ ബോറടിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഫിലിപ്പിയർ 3:20. എല്ലാവരും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ സ്വർഗീയ പൗരന്മാരെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. അവിടെ സഭയുടെ ഒരു പേര് പറയുകയാണ്, വി ആർ ദ സിറ്റിസൻസ് ഓഫ് ഹെവൻ. നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. നമ്മളാരാണ്? പറഞ്ഞാട്ടെ, സ്വർഗീയ പൗരന്മാരാണ്. ആധാർ കാർഡുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. റേഷൻ കാർഡുള്ളവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ഞാൻ ഒഴികെ എല്ലാവരും. പാസ്പോർട്ടുള്ളവരും കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. അപ്പോൾ മനസ്സിലാക്കണം, ഇതെല്ലാം ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ, ഇന്ത്യൻ പൗരനാണെങ്കിൽ, സ്തോത്രം, വേറെ ഏതെങ്കിലും അതേ രാജ്യക്കാരെ പോലെയല്ല ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ദേശീയ ഗാനം കേൾക്കുമ്പോൾ ഭാരതീയർ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ എഴുന്നേറ്റ് നിൽക്കും. ചിലപ്പോൾ ഞാൻ കരയാറുണ്ട്. ദേശീയ ഗാനം കേൾക്കുമ്പോൾ ഞാൻ വല്ലാതെ സ്തോത്രം ഇമോഷണൽ ആകാറുണ്ട്. കാര്യം എന്താ? എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു.
ആ ജനത്തെ കർത്താവെ ജയിപ്പിക്കണമേ, ജയ ഹേ ജയ ഹേ എന്ന് പറയുമ്പോൾ സ്തോത്രം ഞാൻ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. കാര്യം നമ്മൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. അതുപോലെ ദേശീയ പതാകയെ നമ്മൾ ഭയങ്കരമായി സ്തോത്രം അതെ മാനിക്കുന്നു. സ്വന്തം വസ്ത്രം ഏത് വസ്ത്രമായാലും നോ പ്രോബ്ലം, അത് അയൺ ചെയ്യുമ്പോൾ ഉരുകിപ്പോയോ അത് ഏതെങ്കിലും കീറിപ്പോയോ കുഴപ്പമില്ല. പക്ഷേ ദേശീയ പതാക അതുപോലെയല്ല. ദേശീയ പതാകയെ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആയതുകൊണ്ട്, ഇന്ത്യക്കാരായതുകൊണ്ട് നമ്മൾ ഭയങ്കരമായി മാനിക്കുന്നു. ഞാൻ ഓർക്കുന്നു, പല വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സ്തോത്രം ഒരു ചർച്ചയ്ക്ക് വേണ്ടി, വലിയ ഉദ്യോഗസ്ഥ തരത്തിലുള്ള ചർച്ചയ്ക്ക് വേണ്ടി ഒരുമിച്ച് ഒരു സ്ഥലത്തൊരു വട്ടം ഉണ്ടാക്കി. പക്ഷേ സ്തോത്രം ഇന്ത്യൻ പതാകയെ മനഃപൂർവ്വം അത് ഓർഗനൈസ് ചെയ്ത ആ പാകിസ്ഥാനികൾ അല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസ് ഉള്ളവർ തല തിരിച്ചാണ് വെച്ചത്. മേലെ വരേണ്ട നിറം താഴെയായി. ഉടനെ ഇന്ത്യക്കാരെന്താ ചെയ്തത്? ആ ഉദ്യോഗസ്ഥന്മാർ സ്തോത്രം ആ മീറ്റിംഗ് അവർ ബോയ്ക്കോട്ട് ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യത്തില്ല. കാരണം എന്ത്? ഞങ്ങളുടെ പതാക ഇരിക്കേണ്ടതുപോലെ ഇരിക്കണം. അതാണ് ഓരോ ഇന്ത്യക്കാരനും. ഞാനാണെങ്കിലും അതേ ചെയ്യത്തുള്ളൂ. ആ ഉദ്യോഗസ്ഥരെ കണ്ടാൽ ഞാൻ അവർക്ക് നല്ല ചായയും വടയും മേടിച്ചു കൊടുക്കും. യെസ്, കാരണം സ്തോത്രം അതെ, എങ്ങനെയെങ്കിലുമല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഈ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ പൗരത്വത്തിന് സ്തോത്രം നിഷ്ക്രിയരായിട്ടല്ല, പകരം സ്തോത്രം ആത്മാർത്ഥതയുള്ളവരായി ജീവിക്കണം. ഇതുപോലെ തന്നെ നിങ്ങളുടെ പുറത്തെ മനുഷ്യനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അകത്തെ മനുഷ്യനെക്കുറിച്ച് ഞാൻ പറയട്ടെ. സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ വീട്ടുകാരെ പോലെ, നാട്ടുകാരെ പോലെ, നിങ്ങളുടെ കുടുംബം പോലെ, കുലം പോലെയല്ല ജീവിക്കേണ്ടത്. സ്വർഗീയ പൗരന്മാരായി ആ ഹെവൻലി സ്റ്റാൻഡേർഡിലായിരിക്കണം നിങ്ങൾ ദൈവകൃപയാൽ ജീവിക്കേണ്ടത്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നന്നായി നന്നായി. ഹല്ലേലൂയ. മറ്റുള്ളവർ ചോദിക്കുമായിരിക്കും, എന്തിനാ നിങ്ങളെങ്ങനെ ജീവിക്കുന്നത്? നിങ്ങളുടെ കല്യാണം വ്യത്യാസമാണല്ലോ, നിങ്ങളുടെ പിള്ളേരുടെ കല്യാണം വ്യത്യാസമാണല്ലോ, നിങ്ങളുടെ ജീവിതശൈലി വ്യത്യാസമാണല്ലോ എന്നാരേലും ചോദിച്ചാൽ സ്തോത്രം മടി കൂടാതെ പറയണം, അതേ ഞങ്ങളുടെ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഇവിടെയുള്ളൂ. ഞങ്ങളിവിടെ ട്രാൻസിറ്റാണ്, ഞങ്ങളിവിടെ കൂടെ കടന്നു പോകുന്നതേ ഉള്ളൂ. ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞു, ചില നാളുകൾ ഞാൻ ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്നതേ ഉള്ളൂ. സ്തോത്രം ഇതൊരു യാത്രയാണ്. പക്ഷെ ചില നാളുകൾ കഴിയുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്തും. എൻ്റെ പൗരത്വം എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. എൻ്റെ പൗരത്വം സ്വർഗത്തിലത്രേ. സ്വർഗത്തിലെ ആണ് എൻ്റെ പൗരത്വം. അവിടെ നിന്ന് യേശു കർത്താവ് മടങ്ങി വരും. ഇന്ന് രാത്രി മനസ്സിലാക്കണം, സ്വർഗീയ പൗരന്മാരെ ചേർപ്പാൻ രാജാതി രാജാവ് കർത്താതി കർത്താവ് എന്ന യേശു ഈ നാളുകളിൽ ദൈവകൃപയാൽ മടങ്ങി വരുവാൻ വേണ്ടി പോകുന്നു. ഏറ്റവും വലിയ സ്തോത്രം സംഭവം ലോകത്തിൽ നടക്കാൻ പോകുന്നത് പുതിയൊരു വൈറസോ പുതിയൊരു വാക്സിനോ ഒന്നല്ല. കഴിഞ്ഞിടയ്ക്ക് സ്തോത്രം കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് അമേരിക്കയിൽ നിന്ന് എനിക്കൊരു പടം ഇങ്ങനെ കിട്ടി. ആരാണ്ട് അയച്ചു എന്നതാണ്. സ്തോത്രം കൊറോണയ്ക്ക് പ്രതിവിധിയായി ഏതോ ടാബ്ലറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നെന്ന്. സത്യമാണോ എനിക്കറിയത്തില്ല. ടാബ്ലറ്റ് വരുന്നോ, സ്തോത്രം വേറെ എന്തെങ്കിലും വേരിയൻ്റ് വരുന്നോ, ഇതൊന്നും അല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം 3-ാം ലോകമഹായുദ്ധമല്ല, അടുത്തൊരു വേരിയൻ്റ് അല്ല, ഒരു വാക്സിനോ മരുന്നോ കണ്ടുപിടിക്കുന്നതല്ല, യേശുവിൻ്റെ മടങ്ങി വരവാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരിയില്ലെങ്കിലും ശരി, വരുവാനുള്ളവൻ വരും, താമസിക്കുകയും ഇല്ല. വരുവാനുള്ളവന് വരും, താമസിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ പെട്ടികൾ പാക്ക് ചെയ്തിരുന്നാട്ടെ, നിങ്ങളുടെ ജീവിതം ഒരുക്കിയിരുന്നാട്ടെ. ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ ജീവിതം ഒരുങ്ങിയിരിക്കട്ടെ. ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെ ദൈവത്തിൻ്റെ ജനം കടന്നു പോകുമ്പോൾ ഇന്നാളുകൾ എനിക്ക് പ്രോസ്പെരിറ്റിയോ പണമോ മറ്റേതെങ്കിലും ഭൗതിക കാര്യം പറവാനല്ല എനിക്ക് താല്പര്യമുള്ളത്. നമ്മൾ ഭൂമിയിൽ ഇതുപോലെ കാണുന്നത് പോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒറ്റ എണ്ണം പോലും നഷ്ടപ്പെടാതെ എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണണം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് തൻ്റെ സ്തോത്രം ജനത്തെ ചേർപ്പാൻ, സ്വർഗീയ പൗരന്മാരെ ചേർപ്പാൻ യേശു കർത്താവ് വേഗം വരുന്നുണ്ട്. ആ സ്വർഗീയ പൗരന്മാരുടെ പ്രത്യേകത എന്തെന്നറിയോ? അവർ താമസിക്കുന്നത് സ്തോത്രം ഈ ഭൂമിയിലാണെങ്കിലും ഭൂമിയുടെ മെൻറ്റാലിറ്റിയിലല്ല അവർ ജീവിക്കുന്നത്, ഭൂമിയുടെ മാനസികാവസ്ഥയിലല്ല അവർ ജീവിക്കുന്നത്. നിങ്ങൾ സ്തോത്രം മണ്ണന്തലിൽ നിന്നാണോ വന്നേ, നിങ്ങൾ പൂജപ്പുരയിൽ നിന്നാണോ വന്നേ, നിങ്ങൾ സ്തോത്രം എവിടെയാ ജഗതിയിൽ നിന്നാണോ വന്നേ, പട്ടത്തിൽ നിന്നാണോ വന്നേ, നിങ്ങൾ എവിടെയാ പറക്കുന്നേ, അടിയൊന്നോ. പക്ഷേ ആ ലോക്കൽ ഏരിയയുടെ മെൻറ്റാലിറ്റിയിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ പൗരത്വം മേരെ ആയതുകൊണ്ട്, നിങ്ങളുടെ പൗരത്വം ഉയരെ ആയതുകൊണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ മെൻറ്റാലിറ്റിയും എന്തോ ആയിരിക്കണം, നിങ്ങളുടെ മെൻറ്റാലിറ്റിയും ഉയരത്തിലുള്ളത് തന്നെ ആയിരിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, ബൈബിളുള്ള എല്ലാവരും എടുത്താട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, പേജ് നമ്പർ 207. അതാകുമ്പോൾ എളുപ്പം എനിക്ക് പറഞ്ഞു പോകാമല്ലോ. സ്തോത്രം. അതെ, പുതിയ നിയമത്തിൽ മലയാള ബൈബിളിൽ പേജ് നമ്പർ 207. സ്തോത്രം. അതെ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ. അതെ, അടുത്ത വാക്യം, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ
ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പോൾ സ്വർഗത്തിൽ യേശു കർത്താവ് നമ്മെ ചേർപ്പാൻ കടന്നു വരുന്നുവെന്ന് പറഞ്ഞാൽ അടുത്തതായി എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മെൻറ്റാലിറ്റി ഹെവൻലി മെൻറ്റാലിറ്റി ആയിരിക്കണം. നിങ്ങളുടെ മനസ്സ്, സ്തോത്രം, അതെ, സ്വർഗീയ മനസ്സായിരിക്കണം. മനസ്സ് സ്വർഗീയ മനസ്സായിരിക്കണം. സ്തോത്രം. മനസ്സ് മാറണം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, എന്തോ മാറണം? എല്ലാവരും പറ, നോക്കി പറ. വേറൊരാളെയും കൂടെ നോക്കി പറഞ്ഞാട്ടെ, എന്തോ മാറണം? എന്തോ മാറണം? മനസ്സ് മാറണം. സ്തോത്രം. അതെ, വീടല്ല മാറേണ്ടത്, ജോലിയല്ല മാറേണ്ടത്, സ്ഥാനമല്ല മാറേണ്ടത്. അതൊന്നും മാറിയാൽ ഒരിക്കലും ശാശ്വതമായ പരിഹാരം കിട്ടത്തില്ല. നമ്മുടെ മനസ്സ് മാറിയാലേ പറ്റത്തുള്ളൂ. മനസ്സ് മാറ്റാൻ രണ്ട് കാര്യമാണ് കർത്താവ് തന്നിട്ടുള്ളത്. ഒന്ന് ദൈവത്തിൻ്റെ വചനവും, മറ്റൊന്ന് ദൈവത്തിൻ്റെ ആത്മാവും, അത് നിമിത്തമുള്ളതായ ദൈവിക ആരാധനയും. ആരാധനയിലാണ് മനസ്സ് മാറുന്നത്. ആരാധിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. യഥാർത്ഥ ആരാധനയിലാണ് മനസ്സ് മാറുന്നത്. സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ അങ്ങനെ പറയുന്നു. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർമ്മിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ പറഞ്ഞാട്ടെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മ, പ്രസാദം, പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ ദൈവഹിതത്തിന് വേണ്ടി മനസ്സ് പുതുക്കുന്നതാണ്. എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? ഈ ജനുവരി മാസത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? ഈ വർഷത്തെക്കുറിച്ചുള്ള എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്താണ്? ഈ വർഷത്തെ സംബന്ധിച്ച് ക്രൈസ്റ്റ് സെൻറ്ററിനെ സംബന്ധിച്ച് കർത്താവിൻ്റെ ഹിതം എന്താണ്? അങ്ങനെ നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ഞാൻ പറയട്ടെ. നിങ്ങളുടെ വീടിനെ കുറിച്ച് ഈ വർഷത്തിലുള്ള ദൈവഹിതം, ഈ ദിവസങ്ങളുള്ള ദൈവഹിതം. അപ്പോൾ ദൈവഹിതത്തിലെത്തണമെങ്കിൽ എന്ത് മാറണം? സ്തോത്രം. മനസ്സ് മാറിയാലേ പറ്റത്തുള്ളൂ. നാളെ ഈ നേരത്ത് ഞാൻ 3-ാമൂടെ പ്രസംഗിക്കുകയാണല്ലോ. അപ്പോൾ സ്തോത്രം, അതെ, ഞാൻ പോകുന്നില്ല എന്ന് മനസ്സിൽ ഞാൻ അങ്ങ് തീരുമാനിച്ചാൽ എനിക്ക് 3-ാമൂടെ എത്താൻ തക്കവണ്ണം കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ മനസ്സാകുന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണോ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ചാണ് സ്തോത്രം നമ്മുടെ ജീവിതം അത് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടറുണ്ട്. ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് മെസ്സേജ് വരുന്നത് പോലെ, അതെല്ലാം അപ്ഗ്രേഡ് ചെയ്യുന്നത് പോലെ, അതെല്ലാം അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരെ പോലെ ആ ഫോണും മറ്റുള്ളവരുടെ ഫോൺ വർക്ക് ചെയ്യുന്ന പോലെ, മറ്റുള്ളവരുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് പോലെ നിങ്ങൾ ലാഗ് ചെയ്യാതെ ലീഡ് ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറോ നിങ്ങളുടെ പൈസയോ നിങ്ങളുടെ ഫോണോ അല്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ ജീവിതം ഒരിക്കലും പിന്നിലല്ല. നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ കൃപയാൽ മുന്നിൽ തന്നെ ആയിത്തീരുവാൻ നിങ്ങളുടെ ജീവിതം എന്തായിരിക്കണം? നിങ്ങൾ മനസ്സ് പുതുക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ രൂപാന്തരപ്പെടണം. നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം. അപ്പം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് വീടിൻ്റെ കളർ മാറ്റുന്നതോ TV മാറ്റുന്നതോ മറ്റെന്തെങ്കിലും നിങ്ങൾ മാറ്റുന്നതല്ല. സ്തോത്രം. നിങ്ങളുടെ മനസ്സ് മാറുന്നതാണ്. സ്തോത്രം. ഭൂമിയിലേക്ക് നോക്കിയിരിക്കുന്ന മനസ്സല്ല. എനിക്ക് ഭൂമിയിലുള്ള അത് വേണം, ഇത് വേണം, യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എത്ര പേര് കാണുന്നുണ്ട്, സ്തോത്രം എന്ന് പോലും ഞാൻ ചിന്തിക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, താഴേക്ക് നോക്കിയിരിക്കുന്ന പന്നിയെയോ കോഴിയെയോ പോലെയല്ല, പകരം ഉദിച്ചുയർന്ന് നിൽക്കുന്നതായ സൂര്യനെ നോക്കി ഉയരങ്ങളിലേക്ക് പറക്കുന്ന കഴുകനെ പോലെ, ഉദിച്ചുയർന്ന് നിൽക്കുന്ന സൂര്യനെ നോക്കി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കുന്ന കഴുകനെ പോലെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ താഴേക്കല്ല നോക്കേണ്ടത്, നമ്മൾ ഉയരങ്ങളിലേക്ക് നോക്കിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ മനസ്സ് സകലതും സ്തോത്രം എങ്ങനെയായിരിക്കണം? ദൈവത്തിൻ്റെ കൃപയാൽ ഉയരത്തിലുള്ളത് ദൈവകൃപയാൽ ചിന്തിക്കണം. അതേ, പാപവും ലോകവും മനുഷ്യരും നെഗറ്റീവും അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നിശ്ചയമായി നിങ്ങൾ പരാജയപ്പെടും. അവരെന്തു പറഞ്ഞു, മറ്റവരെന്ത് കാണിച്ചു? നോ, നിങ്ങളുടെ മനസ്സ് സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാൽ അതെ കർത്താവിൻ്റെ മനസ്സായിരിക്കട്ടെ. അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുന്നത്. സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ ഭാവം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യേശു വരികയാണ്. യേശു വരുന്നത് തൻ്റെ മെൻറ്റാലിറ്റി ഉള്ളവരെ ചേർക്കാനാണ്. നിൻ്റെ അപ്പൻ്റെ മെൻറ്റാലിറ്റിയോ അമ്മയുടെ മെൻറ്റാലിറ്റിയോ ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങളെ നാട്ടുകാരെല്ലാവരും ഇങ്ങനെയാണ്. നോ 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 നോ. നിങ്ങൾ നാട്ടുകാരെ പോലെ അല്ല ചിന്തിക്കേണ്ടത്, നിങ്ങൾ കുടുംബക്കാരെ പോലെ അല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ ആരെപ്പോലെ ചിന്തിക്കണം? ആരെപ്പോലെ നിങ്ങളുടെ മനസ്സ് മാറണം? പറ, ശബ്ദം ഉയർത്തി. യേശുവിനെ പോലെ. അപ്പോൾ യേശുവിനെ പോലെ മനസ്സുള്ള ദൈവസഭയെ ചേർപ്പാൻ കർത്താവ് ദൈവത്തിൻ്റെ കൃപയാൽ കടന്നു വരുന്നു. വീണ്ടും സ്തോത്രം. തിരുവചനം വായിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ ലേഖനം 3-ാം അധ്യായം, 1 തെസ്സലോനിക്കർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യത്തിൽ സ്തോത്രം. ക്രിസ്തു സഭ യേശു കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുന്നതായ
ദൈവസഭയുടെ പ്രത്യേകതയെക്കുറിച്ച് അവിടെ വേദപുസ്തകം പറയുന്നു. 1 തെസ്സലോനിക്കർ 3:12-13. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ, എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് തമ്മിലും എല്ലാവരോടുള്ള സ്നേഹം വർദ്ധിച്ച് കവിമാറാക്കുകയും ഇങ്ങനെ കർത്താവായ യേശു തൻ്റെ വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ, വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത, അപ്പോൾ യേശു വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. എന്തുവാണ് അവിടെ നിങ്ങൾക്ക് മനസ്സിലായത്? യേശു കർത്താവ് വരുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയം സ്ഥിരപ്പെടട്ടെ. പക്ഷേ കണ്ടീഷൻ, എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ആ 12-ാം വാക്യമാണ്. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ, സ്നേഹം വർദ്ധിക്കുന്നത് പോലെ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്തോ വർദ്ധിക്കുന്നു? സ്നേഹം വർദ്ധിക്കുന്നത് പോലെ. വീണ്ടും അത് ആവർത്തിക്കുകയാണ്. കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു. അപ്പോൾ ദൈവസഭയുടെ അടുത്ത പ്രത്യേകത തിരുവചനം പറയുന്നു, കുറയുന്ന സ്നേഹമല്ല, പിന്നെ എന്തോ സ്നേഹമാണ്? വർദ്ധിക്കുന്ന സ്നേഹം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്നേഹത്തിൻ്റെ പ്രത്യേകത, ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത വർദ്ധിക്കുന്ന സ്നേഹം. 2020-നേക്കാൾ 2021-നേക്കാൾ ഈ വർഷം നിങ്ങൾക്ക് ദൈവത്തോടും സ്നേഹം വർദ്ധിക്കണം, ദൈവജനത്തോടും സ്നേഹം വർദ്ധിക്കണം. ആരും മിണ്ടുന്നില്ല, വേണ്ടേ? സ്തോത്രം. ഇല്ലെങ്കിൽ വിട്ടുപോകും. ഒന്ന്, ദൈവത്തോട് നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കണം. നമ്പർ 2, രണ്ടാമത് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ദൈവജനത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യണം. സ്തോത്രം. കാരണം ദൈവം സ്നേഹം തന്നെ. ഇത് സ്തോത്രം. വിശുദ്ധ പുസ്തകം എന്ന് ധാരാളം നമ്മൾ കേൾക്കുന്നത് പോലെ, ഞാൻ പറയുന്നത് വിശുദ്ധ പുസ്തകം പോലെ തന്നെ ഇതൊരു സ്നേഹ പുസ്തകമാണ്. ഇതൊരു സ്നേഹ പുസ്തകമാണ്. അതുകൊണ്ട് ദൈവസഭയിൽ സ്തോത്രം, നമുക്ക് അലച്ചുകൂവിയൊക്കെ ബഹളം വെച്ച് ആരാധിക്കാനും കൈയടിക്കാനും പാടാനും അന്യഭാഷ പറയാനും പ്രസംഗിക്കാനും ഒക്കെ കഴിയുമായിരിക്കും. പക്ഷേ ഇതെല്ലാം വെളിപ്പെടേണ്ടത് ബുദ്ധിയിൽ നിന്നോ നമ്മുടെ പരിചയത്തിൽ നിന്നോ ആകല്ല, പകരം ഹൃദയത്തിലുള്ളതായ സ്നേഹത്തിൽ നിന്നായിരിക്കണം. സ്തോത്രം. അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുക്കണം. സ്തോത്രം. സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ആരാധന. ഒരിക്കൽ കൂടെ, സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ആരാധന. എത്ര പറഞ്ഞാലും ചിലർ റെസ്പോണ്ട് ചെയ്യത്തില്ല, എത്ര പറഞ്ഞാലും കൈയടിക്കത്തില്ല, എത്ര പറഞ്ഞാലും വാ തുറന്ന് സ്തോത്രം പറയത്തില്ല. അർത്ഥം എന്താണ്? അത്രേ അവൻ്റെ ഹൃദയത്തിൽ ഉള്ളൂ. എന്നാൽ സ്തോത്രം വേറെ ചില ഇടങ്ങളിൽ പോകുമ്പോൾ എന്നും കർത്താവിന് കൊടുക്കും എന്നതുപോലെ നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. ഉദാഹരണമായി ഞാൻ ധാരാളം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്തോത്രം കൊടുക്കുന്നതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പറയും ഉൽപ്പത്തി 22. അബ്രഹാം സ്തോത്രം തൻ്റെ ഏകജാതനെ ഇതാ ഇസഹാക്കിനെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്താ അബ്രഹാമെ കൊടുക്കുന്നത്? ചുമ്മാ ഇരുന്നപ്പോൾ രാവിലെ അങ്ങ് തോന്നി എന്നല്ല അബ്രഹാമിന് പറയാനുള്ളത്. അവൻ്റെ ഹൃദയത്തിന് സ്നേഹമുള്ളത് കൊണ്ടാണ് അവൻ അത്രയും കൊടുത്തത്. അവൻ്റെ ഹൃദയത്തിന് സ്നേഹമുള്ളത് കൊണ്ടാണ് അവന് അവണ്ണം സ്തോത്രം കൊടുക്കാൻ തോന്നിയത്. അപ്പം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിന്ന് ഈ എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം സ്തോത്രം ആവശ്യം വന്നത്. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം സ്തോത്രം ദൈവിക ശുഭതയിൽ സൂക്ഷിക്കട്ടെ. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. അപ്പം ദൈവത്തിൻ്റെ സഭയിൽ സ്നേഹം വർദ്ധിക്കണമെന്ന് പറയുന്നു. യേശു കർത്താവിൻ്റെ വരവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവകൃപയാൽ സ്തോത്രം സ്നേഹം നിർവ്യാജമാകട്ടെ. സ്തോത്രം. സ്നേഹം നിർവ്യാജമാകട്ടെ. സ്നേഹം എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായ മാർഗമെന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. 1 കൊരിന്ത്യ ലേഖനം പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം പേനയെടുത്ത് എഴുതാൻ വേണ്ടി ഇരുന്നപ്പോൾ ഭയങ്കര വടിയും എല്ലാ വടിയും, ലോകത്തുള്ള എല്ലാ വടിയും കൂടെ വെട്ടിയിട്ടാണ് ആ ലേഖനം എഴുതാൻ സ്തോത്രം അപ്പോസ്തലൻ തുടങ്ങുന്നത്. സ്തോത്രം. ഭയങ്കരമായ ദേഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു പോൽ. സ്തോത്രം. അത് ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. മാത്രമല്ല, നിങ്ങൾ ദുർനടപ്പിൻ്റെ ജനമാണ്, നിങ്ങൾ അശുദ്ധിയുടെ ജനമാണ്, നിങ്ങൾ സ്തോത്രം. അതെ, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്. കൊരിന്ത്യൻ സമൂഹത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൊരിന്ത്യൻ സഭയിലുമുണ്ട് എന്ന് സ്തോത്രം അപ്പോസ്തലൻ പറഞ്ഞ് ഇങ്ങനെ സ്തോത്രം വളരെ വഴക്ക് പറഞ്ഞ് ആയിരിക്കുമ്പോൾ അവസാനമായി സ്തോത്രം താൻ പറഞ്ഞ ഒരു കാര്യമാണ്. അതെ, 1 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം പറഞ്ഞപ്പോൾ സ്തോത്രം അപ്പോസ്തലൻ പറയുകയാണ്, ഇനി അതിശ്രേഷ്ഠമായ മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. വായിച്ചിട്ടുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. അതിശ്രേഷ്ഠമായ മാർഗം. ശ്രേഷ്ഠമായ മാർഗം എന്ന് പറയുന്നത് അടിക്കുന്നതല്ല, ബഹളം ഉണ്ടാക്കുന്നതല്ല, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതല്ല, സ്തോത്രം ശപിക്കുന്നതല്ല, സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ മാർഗം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആരോ ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം അതെ തിരുത്തപ്പെടണം. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഏറ്റവും ശ്രേഷ്ഠ മാർഗം എന്ന് പറയുന്നത് സ്നേഹമാർഗം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. സ്നേഹമാർഗം, ശ്രേഷ്ഠ മാർഗം. വായു തുറന്ന് പറഞ്ഞേ ഒരിക്കൽ കൂടെ. സ്നേഹമാർഗം,
ശ്രേഷ്ഠമാർഗം. ഈ സ്നേഹമെന്ന് ഞാൻ പറയുമ്പോൾ മറ്റേ ബോഡി നോക്കിയിട്ട് ഐ ലവ് യു പറയുന്ന പരിപാടിയല്ല. സ്നേഹമെന്ന് പറയുന്ന എന്ത് കിട്ടും എന്ന് പറയുന്നതല്ല, എന്ത് പ്രാപിച്ചു കൊടുക്കാം, എന്ത് കൊടുക്കാം അവൻ്റെ നന്മയ്ക്ക്, അവളുടെ നന്മയ്ക്ക്, ആ കുടുംബത്തിൻ്റെ നന്മയ്ക്ക്, നന്മയ്ക്ക്, അണ്ടർലൈൻ ചെയ്യും, നന്മയ്ക്ക് കൊടുക്കുന്നതാണ് സ്നേഹം, തട്ടിയെടുക്കുന്നതല്ല സ്നേഹം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ടി വിയിലൊക്കെ ഉള്ളതായ സ്തോത്രം, ചില ന്യൂസിൽ ആക്സിഡൻറ്റും മറ്റുമൊക്കെ കാണുമ്പോൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. സ്തോത്രം, ആരെങ്കിലും ബൈക്കിൽ നിന്ന് വീണാൽ അതേ നാട്ടുകാർ ഓടിക്കൂടിയിട്ട് അവർ സ്തോത്രം അതേ ആ ബൈക്കിനെ വലിച്ചു പൊക്കുന്നു, ആൾക്കാരെ ഇരുത്തുന്നു, വെള്ളം കൊടുക്കുന്നു. അങ്ങനെ എക്സ്ട്രാ ഒത്തിരി മനുഷ്യ സ്നേഹികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്തുകൊണ്ടാണ് അവരെങ്ങനെ വെള്ളം കൊടുക്കുന്നത്? സ്തോത്രം, അവരെ വലിച്ചുയർത്തുന്നത്, അവരെ കെയർ ചെയ്യുന്നത്, ആംബുലൻസിന് വിളിക്കുന്നത്, പോലീസിന് വിളിക്കുന്നത്, കാരണം സ്നേഹമുള്ളത് കൊണ്ടാണ്. സമൂഹത്തിൽ ഒരു കൂട്ടർക്ക് നല്ല സ്നേഹമുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ വളരെ ശക്തമായി പറയട്ടെ, സമൂഹത്തിൽ സ്നേഹമുണ്ട്, എന്നാൽ മറുവശത്ത് വേറൊരു കൂട്ടരുണ്ട്. സ്തോത്രം, ഇവർ വീഴുമ്പോൾ, ഇവർ വലിച്ചു പിടിക്കുമ്പോൾ അതെ ഇതിനെ എടുത്തു വെച്ച് വീഡിയോ വെച്ച് ഫേസ്ബുക്ക് ലൈവിൽ അതെ ലൈവ് കാണിക്കുന്നവർ, അവനെ രക്ഷിക്കുന്നവരല്ല. അങ്ങനെയുള്ളവരുണ്ട് അല്ലേ? കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, അങ്ങനെയുള്ളവരുണ്ട്. സ്തോത്രം, അതെ അവനിങ്ങനെ പറ്റി, അവനിങ്ങനെയാണ് എന്ന് പറഞ്ഞ് പ്രൊപ്പഗൻഡ ചെയ്യുന്നവർ, വിളിച്ചു പറയുന്നവർ, അത് മൃഗ സ്വഭാവമാണ്. അത് സ്തോത്രം മനുഷ്യ സ്വഭാവമല്ല, അത് മൃഗത്വമാണ്. എന്നാൽ സഭയിൽ ഉണ്ടാകേണ്ടത് ഒരിക്കലും മൃഗത്വമല്ല, സഭയിലുള്ളത് ഒരിക്കലും മനുഷ്യത്വമല്ല, സഭയിൽ വെളിപ്പെടേണ്ടത് ദിവ്യത്വമാണ്. ദിവ്യത്വം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, ഈ ഓടിക്കൂടുന്നതായ, ബൈക്ക് വലിച്ചു പൊക്കുന്ന, വെള്ളം കൊടുക്കുന്ന, ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന മനുഷ്യ സ്നേഹത്തെക്കാളും ഭയങ്കരമായ, അതിനപ്പുറമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. അതാണ് ദിവ്യമായ സ്നേഹം. ആ സ്നേഹം വർദ്ധിക്കണം എന്നാണ് തിരുവചനം പറയുന്നത്. ഞാൻ എത്ര പ്രസംഗിച്ചാലും, നിങ്ങൾ എത്ര ബഹളം ഉണ്ടാക്കിയാലും, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഒരിക്കൽ കൂടെ, സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം അത്രേ. നമുക്ക് സ്തോത്രം വാക്യമൊക്കെ ഭയങ്കരമായിട്ട് കല പില തറ പറ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മളെക്കാളും വാക്യം ആർക്കറിയാം? പിശാചിനറിയാം. നമ്മളെക്കാളും വാക്യം സാത്താനറിയാം. അതുകൊണ്ട് കുറച്ച് ശബ്ദമോ കുറച്ച് ബഹളമോ, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കണം. നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കാണുമ്പോൾ എനിക്ക് അപ്സെറ്റാണ്. ഞാൻ സ്തോത്രം അതെ ഇന്നലേക്ക് ശുശ്രൂഷിക്കുന്നിടത്ത് ഭയങ്കര ആവേശവും ആരവാരത്തിലുമൊക്കെ ആരാധന കണ്ടിട്ടാണ് വന്നത്. പക്ഷേ ഈ ആരവാരവും ആവേശവും എല്ലാം ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കണം ഉണ്ടാകട്ടെ? കുറച്ച് ട്രെൻഡായിട്ടല്ല. ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ ഇങ്ങനെ സ്തോത്രം ഇവിടുത്തെ ട്രെൻഡാണ്, അതുകൊണ്ട് ഉണ്ടാക്കാമെന്നല്ല. ഞാൻ ചിലരെ സ്തോത്രം കണ്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നവരെ തന്നെ കണ്ടിട്ടുണ്ട്. പാരമ്പര്യ പള്ളികളിൽ ചെല്ലുമ്പോൾ കർത്താവെ ഒരു അനക്കമില്ല, യഹോവയിൽ ആശ്രയിക്കുന്നവരെ നേക്ക് കുലുക്കാത്ത അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇടിച്ച് ബഹളം ഉണ്ടാക്കി, സ്തോത്രം അതെ ബഹളമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുന്ന. അപ്പോൾ എനിക്കറിയത്തില്ല അവിടെ കയറുമ്പോൾ ഈ ആത്മാവ് എവിടെ പോയി. അപ്പോൾ അത് സത്യാത്മാവല്ലല്ലോ, സാഹചര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആത്മാവ് സത്യാത്മാവല്ല. പരിശുദ്ധാത്മാവാണെങ്കിൽ ഏത് അച്ഛനെഴുതാലും ഏത് മെത്രാച്ചനെഴുതാലും നമുക്കൊരു പഞ്ചുണ്ട്, ആ പഞ്ചനുസരിച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നത് അല്ലേ? മനസ്സിലാക്കുന്ന റാമേൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം സ്നേഹം വർദ്ധിക്കുമാറാകട്ടെ, സ്നേഹം ദൈവത്തിൻ്റെ കൃപയാൽ വർദ്ധിക്കുമാറാകട്ടെ. സ്തോത്രം. അങ്ങനെ യേശു കർത്താവ്, സ്നേഹനിധിയാകുന്ന കർത്താവ് ലോകത്തിലേക്ക് മടങ്ങി വരുന്നത് എന്തോ സഭയെ ചേർക്കാനാണ്, ബഹളം ഉണ്ടാക്കുന്ന സഭയെ ചേർക്കാനല്ല, വർദ്ധിച്ച സ്നേഹമുള്ള സഭയെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. പ്രത്യേകിച്ച് ഈ പാൻഡമിക് കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ച ഒരു കാര്യമാണ്, അനേകരുടെ സ്നേഹം തണുത്തുപോയി. ദൈവത്തോടുള്ള സ്നേഹം തന്നെ അങ്ങ് തണുത്തു. കാരണം കൂട്ടായ്മയില്ല, ചർച്ചസ് ഇല്ല, ദൈവത്തോടുള്ള കൂട്ടായ്മയില്ലാതെ ഈ അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. യേശു കർത്താവ് പറഞ്ഞു, അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം തണുക്കും. ഒരിക്കൽ കൂടെ, അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം തണുക്കും. സ്തോത്രം. അതെ, ആ സ്നേഹം, ഒത്തിരി പേരുടെ സ്നേഹം ഈ പാൻഡമിക് കണ്ടീഷനിൽ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞത് കൊണ്ട് ദൈവ മക്കളോടുള്ള സ്നേഹവും കുറഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഉരുൾപൊട്ടി വെള്ളമൊഴുകുന്നതൊക്കെ കേരളം കണ്ടു എങ്കിൽ ദൈവ സ്നേഹത്തിൻ്റെ ഭയങ്കര ഒരു ഉരുൾപൊട്ടൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവകൃപയാൽ ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ പ്രദർശനം ഉണ്ടാകട്ടെ. ഒരു പാവത്തെ കാണുമ്പോൾ എന്തേലും കൊടുക്കണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ഇങ്ങനെ പോയപ്പോൾ ഒരു അമ്മയും ഒരു മോനും ഇങ്ങനെ പോവുകയാണ്. വളരെ പാവം എന്ന് പറഞ്ഞാൽ പാവം. എൻ്റെ പേഴ്സ് തുറന്നപ്പോൾ, ഇത് പറയാൻ പാടില്ലാത്തതാണ്, ഇതൊരിക്കലും പബ്ലിക്കലി പ്രത്യേകിച്ച് വെബ് സ്ട്രീമിൽ പറയാൻ പാടില്ലാത്തതാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. പക്ഷേ നിങ്ങളുടെ പ്രോത്സാഹനത്തിനാണ്. എനിക്ക് സ്തോത്രം തോന്നിയപ്പോൾ ഞാൻ പേഴ്സ് തുറന്നപ്പോൾ അതേ സ്തോത്രം ചെറിയ നോട്ടുകളില്ല, 500 രൂപയാണ് കിട്ടിയത്. ഓക്കെ, 500 രൂപയെങ്കിൽ 500 രൂപ അവരെടുത്ത് സ്തോത്രം അത് കൊടുത്തു. പാവപ്പെട്ട ദൈവമക്കളാണ്, ക്രിസ്ത്യാനികളാണ്. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ബൈബിൾ വായിക്കണേ, പ്രാർത്ഥിക്കണേ, യേശു വരുന്നേ എന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. കൊടുത്തപ്പോഴാണ് ക്രിസ്ത്യാനി എന്ന് മനസ്സിലായത്. സ്തോത്രം. ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല കൊടുത്തത്, അവരാരാണെങ്കിലും കൊടുക്കണം.
കാരണം യേശു കർത്താവ് ആരുണ്ട് നാട്ടിൽ ക്രിസ്ത്യാനികൾ എന്ന് നോക്കിയല്ല ദൈവം സ്നേഹിച്ചത്. ഞാൻ ആവർത്തിക്കുന്നു, ആരൊക്കെ ക്രിസ്ത്യൻ വീടുകൾ എവിടെയുണ്ട് എന്ന് പറഞ്ഞല്ല കർത്താവ് സ്നേഹിച്ചത്. കർത്താവ് ലോകത്തെ സ്നേഹിച്ചു. കർത്താവ് ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. കർത്താവ് ഒരു മനുഷ്യ സ്നേഹിയാണ്. കാരണം എന്ത്? അവൻ ദിവ്യനാണ്. ദിവ്യ സ്നേഹം യേശുവിലുണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളുടെ സ്നേഹം കർത്താവിൻ്റെ കൃപയാൽ വർദ്ധിക്കുമാറാകട്ടെ. വീണ്ടും സ്തോത്രം. തിരുവചനം പറയുന്നു, ഈ കർത്താവ് ചേർക്കുവാൻ വരുന്ന സഭയുടെ മറ്റൊരു പ്രത്യേകതയാണ് കൊലോസ്യ ലേഖനം തന്നെ 3-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ദൈവകൃപയാൽ ഞാൻ വായിക്കട്ടെ. 3-4 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. യേശു കർത്താവ് കടന്നു വരുമ്പോൾ, പേജ് നമ്പർ 207. സ്തോത്രം. അതെ, യേശു കർത്താവ് കടന്നു വരുമ്പോൾ നോക്കണമേ, 4-ാം വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ യേശുവിൻ്റെ വെളിപ്പാട് അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. തേജസ്സിൽ നിങ്ങൾ വെളിപ്പെടും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചത്ത് ജീവിക്കുകയാണ്. നിങ്ങളുടെ ഇംഗിതങ്ങൾ, നിങ്ങളുടെ പാപ സ്വഭാവങ്ങൾ, നിങ്ങളുടേതായ അവസ്ഥകൾ മുഴുവൻ ചത്ത് ജീവിക്കുകയാണ്. അതാണ് ആത്മീയ ജീവിതം. ചത്ത് ജീവിക്കുന്നതാണ് ആത്മീയ ജീവിതം. സ്തോത്രം. ഒരിക്കൽ കൂടെ, ആർക്കും മിണ്ടുന്നില്ലല്ലോ. നിങ്ങളുടെ പാപ സ്വഭാവങ്ങൾ, നിങ്ങളുടെ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, കോപമാകട്ടെ, കള്ളം പറയുന്ന സ്വഭാവമാകട്ടെ, സ്തോത്രം, കൈക്കൂലി വാങ്ങുന്നതാകട്ടെ, മറ്റുമുള്ള എന്തൊക്കെയാണോ ഉള്ളത്, സ്തോത്രം, മോഹമാകട്ടെ, അത് മുഴുവൻ ചത്തിട്ട് ഇപ്പോൾ ആരാ ജീവിക്കുന്നത്? നിങ്ങളല്ല ജീവിക്കുന്നത്, ക്രിസ്തു നിങ്ങൾ ജീവിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ മരിച്ചു. നിങ്ങൾ മരിച്ചിട്ട് ക്രിസ്തുവിൽ നിങ്ങൾ ജീവിക്കുന്ന, ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവൻ ബൂസ്റ്റിൻ്റെയോ കോംപ്ലാൻ്റെയോ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയോ ജീവനല്ല, പകരം ക്രിസ്തുവിൻ്റെ ജീവനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ ചേർപ്പാൻ യേശു കർത്താവ് കടന്നു വരുന്നു. ഹല്ലേലൂയ. അതാണ് സ്നാനത്തിൽ സംഭവിക്കുന്നത്. സ്നാനപ്പെട്ടവർ എല്ലാവർക്കും അറിയാം. സ്തോത്രം. എല്ലാ സ്നാനത്തിൻ്റെ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ്, ജീവനുള്ളവനെയല്ല സ്നാനപ്പെടുത്തുന്നത്, മരിച്ചവനെയാണ് സ്നാനപ്പെടുത്തുന്നത്. സ്തോത്രം. ജീവനുള്ളവനെയല്ല സ്നാനപ്പെടുത്തുന്നത്, പാപം സംബന്ധിച്ച് മരിച്ചവനെയാണ് സ്നാനപ്പെടുത്തുന്നത്. എല്ലാവരും കേട്ടിട്ടുള്ള വേദഭാഗമാണ് റോമാക്കാരുടെ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. റോമാക്കാരുടെ ലേഖനം 6:1 മുതൽ താഴേക്ക്. ക്രിസ്തുവിലുള്ള ജീവനാണ് ഞാൻ പറയുന്നത്. ആകയാൽ നാം എന്ത് പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു നാളും അരുത്. പാപം സംബന്ധിച്ചവരായ മരിച്ചവരായ നാം. ഒരിക്കൽ കൂടെ എല്ലാവരും പറഞ്ഞാട്ടെ, പാപം സംബന്ധിച്ചവരായ മരിച്ചവരായ നാം. ഒരിക്കൽ കൂടെ പറഞ്ഞ്, എന്തോ സംബന്ധിച്ച്? പാപം സംബന്ധിച്ച് മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തിൻ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. പാപം സംബന്ധിച്ച് മരിച്ചവരാണ് നമ്മൾ. സ്തോത്രം. ഇനി പഴയ പാപത്തിൻ്റെ സ്വഭാവത്തിലും വഴിയിലും ആ വർത്തമാനത്തിലും നമ്മൾ നടക്കത്തില്ല. നമ്മൾ ചത്തുപോയി. നല്ല വെള്ളമടിക്കുന്ന ഒരുത്തൻ, മദ്യപിക്കുന്ന ഒരുത്തൻ, അവൻ മരിച്ചു കിടക്കുകയാണ്. നല്ല പട്ടച്ചാരായമോ അല്ലെങ്കിൽ ഫോറിൻ ലിക്കറോ കൊണ്ടുവന്ന് അവൻ്റെ അടുത്തിട്ട്, എടാ തങ്കപ്പ എന്നിരിക്കട്ടെ, പെട്ടെന്ന് എഴുന്നേറ്റൊന്ന് കുടിച്ചിട്ട് വീണ്ടും കിടന്നോടാ എന്ന് പറഞ്ഞാൽ പുള്ളി എണീക്കോ? ഒരിക്കലും ഇല്ല. പുള്ളി ചത്തുപോയി, പുള്ളി മരിച്ചുപോയി. മരിച്ചവനൊരിക്കലും അതിലേക്ക് തൊടത്തില്ല എന്നതുപോലെ, തൊടാനവനെ കഴിയത്തില്ല എന്ന് പറയുന്ന പോലെ, പാപം സംബന്ധിച്ച് നിങ്ങൾ മരിച്ചു. പാപം സംബന്ധിച്ച് മരിച്ചിട്ട് ഇനിയും നിങ്ങളല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ പാട്ട് നമ്മൾ പാടാത്തത്, പഴയ പറച്ചിൽ നമ്മൾ പറയാത്തത്. യഥാർത്ഥത്തിൽ ഒരുത്തൻ മാനസാന്തരപ്പെട്ടു എങ്കിൽ ഞാൻ പറയട്ടെ, അവൻ്റെ ഫോണിൻ്റെ ടെലിഫോൺ കോൾ തന്നെ നോക്കുമ്പോൾ റിംഗ് ടോൺ, അവനെ വിളിക്കുമ്പോൾ അവന് കേൾക്കത്തില്ല. അവൻ കേൾക്കുന്ന, നമ്മൾ വിളിക്കുന്ന ശബ്ദമോ അവനിട്ടിരിക്കുന്ന റിംഗ് ടോണാണ് കേൾക്കുന്നത്. അവന് വിളിക്കുമ്പോൾ ആ പഴയ സിനിമാ പാട്ടാണ് വീണ്ടും കേൾക്കുന്നതെങ്കിൽ നമുക്കറിയാം ഇത് ചാകാത്ത കേസാണ്. ഹല്ലേലൂയ. പണ്ടൊക്കെ സ്തോത്രം ഏതെങ്കിലും അത് സിനിമ പാട്ട് കേൾക്കുന്നതായ ആൾക്കാർ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധി കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് സ്നാനപ്പെടുമ്പോൾ അതെല്ലാം മാറിയിട്ട് ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അപ്പോൾ മാറ്റമുണ്ട്. അപ്പോൾ പാട്ട് മാറിയതുകൊണ്ടാണ്. പഴയ മനുഷ്യൻ ചത്തിട്ട് ക്രിസ്തു അവനിൽ ജീവിക്കുന്നത് കൊണ്ടാണ്.
ഇനി നിങ്ങളല്ല പെർഫോം ചെയ്യേണ്ടത്, ക്രിസ്തുവാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഗലാത്യലേഖനം 2:20 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഫേമസ് ആയ വാക്യമാണ്. എല്ലാ ദൈവമക്കളും സ്തോത്രം കാണാതെ പഠിക്കേണ്ടതും കാണാതെ പറയുന്നതുമായ വാക്യമാണ്. ഗലാത്യർ 2:20. എല്ലാവരും പറഞ്ഞാട്ടെ, എന്താണ് ഇനി ജീവിക്കുന്നത്? ഞാനല്ല. ഒരിക്കൽ കൂടെ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ പ്രസംഗിക്കുന്ന ഞാനല്ല, പ്രാർത്ഥിക്കുന്ന ഞാനല്ല, പാടുന്ന ഞാനല്ല, സ്തോത്രം അതെ ഓഫീസിൽ പോകുന്ന ഞാനല്ല. എല്ലാ കാര്യങ്ങളിലും ആരാണ് നിങ്ങൾ ജീവിക്കുന്നത്? ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അപ്പോൾ പഴയ സ്വഭാവം എന്ത് ചെയ്തു? ചത്തുപോയി. പഴയ സ്വഭാവം ചത്തുപോയി. അതാണ് ആത്മീയ കർത്താവ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മരിച്ച മനുഷ്യൻ ക്രിസ്തുവിനെ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ ജീവൻ അവരിലൂടെ വെളിപ്പെടുകയാണ്. അതിൻ്റെ വേറൊരു പേരാണ് മാർട്ടിയർ, ജീവിക്കുന്ന രക്തസാക്ഷി. അപ്പോസ്തലർ പ്രവൃത്തി 1:8 യേശു കർത്താവ് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് പറയുമ്പോൾ, ഒരിക്കൽ കൂടെ അപ്പോസ്തലർ പ്രവൃത്തി 1:8 നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, സ്തോത്രം, നിങ്ങൾ പ്രാപിച്ച ശേഷം, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ശക്തിപ്പെട്ട ശേഷം യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് യേശു പറയുമ്പോൾ, അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സ്തോത്രം മാർട്ടിയർ എന്നതിന് അനുയോജ്യമായ പദമാണ്. ജീവിക്കുന്ന രക്തസാക്ഷി, ജീവിക്കുന്ന രക്തസാക്ഷി, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പഴയ കാര്യാദികൾ, പഴയ സ്വഭാവം അത് പോയി, അത് ചത്തു. അത് വെള്ളത്തിലേക്ക് ഇറങ്ങി നമ്മൾ മുങ്ങിയപ്പോൾ അവനെ കുഴിച്ചിട്ടു. മരിച്ച ഒരാളിനെ മണ്ണിനടിയിൽ കുഴിച്ചിടുന്നത് പോലെ പഴയ പാപ സ്വഭാവമുള്ളവൻ എന്ത് ചെയ്തു? സ്നാനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആ വെള്ളത്തിന് കീഴിൽ കുഴിച്ചിട്ടു. വെള്ളത്തിനടിയിൽ നമ്മൾ അങ്ങ് ഇരുന്നോ? ഇല്ല, പെട്ടെന്ന് പൊങ്ങി വന്നു. പൊങ്ങി വന്നാൽ ഇനി ജീവിക്കേണ്ടത് ആരാണ്? ഇനി ജീവിക്കേണ്ടത് യേശുവാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഇനി നിങ്ങളിൽ വെളിപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളിൽ വെളിപ്പെടണം. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളിൽ വെളിപ്പെടണം. എല്ലാവരും പറഞ്ഞാട്ടെ, ക്രിസ്തുവിൻ്റെ ജീവൻ. ആത്മനിറവിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടട്ടെ. ഇന്ന് ശരീരത്തിലുള്ളതായ എല്ലാ ബലഹീനതകൾ വിട്ടുപോയി പകരം എല്ലാ അവയവങ്ങളിലും, എല്ലാ സിസ്റ്റത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ ദൈവത്തിൻ്റെ കൃപയാൽ വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഡോക്ടർ പറയും ഇങ്ങനെയാകാം, അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അത് ചിലപ്പോൾ വളരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം വേരോടെ മാറിപ്പോയിട്ട് പകരം ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ ശരീരങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. രൂപാന്തരപ്പെട്ട മനസ്സെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജീവൻ ദൈവകൃപയാൽ വെളിപ്പെടുമാറാകട്ടെ. വീണ്ടും സ്തോത്രം 1 പത്രോസിലേക്ക് വന്നാട്ടെ. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം, 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതാ സ്തോത്രം, ഈ സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന കർത്താവിൻ്റെ സഭയ്ക്കുള്ളതായ മറ്റൊരു പ്രത്യേകതയെക്കുറിച്ച് തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. 1 പത്രോസിൻ്റെ ലേഖനം സ്തോത്രം അതിൻ്റെ 4-ാം അധ്യായം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്ത് ചെയ്യാം? 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ സ്തോത്രം. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. ആരെങ്കിലും വായിക്കൂ? 1 പത്രോസ് അതെ 4-ന്റെ യെസ്, അത് തന്നെ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. യേശു കർത്താവ് കടന്നു വരുന്നു. എങ്ങനെ വരുന്നു? അവൻ തേജസ്സോടെ കടന്നു വരികയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ആ തേജസ്സോടെ യേശു കർത്താവ് കടന്നു വരുമ്പോൾ നിങ്ങൾ താടിക്ക് കൈ കൊടുത്തിട്ടല്ല, കർത്താവ് വന്നോ, ഗുഡ് മോർണിംഗ് കർത്താവേ, അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലല്ലോ എന്നല്ല നിങ്ങളിരിക്കുന്നത്. പകരം എന്താണ്? സ്തോത്രങ്ങൾ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടവരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിത്യതയിൽ ആനന്ദിക്കണമെന്ന്? കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി നന്നായിട്ട് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാണ്. അതെ, കർത്താവ് ദുഃഖത്തിൻ്റെ ദൈവമല്ല. സ്തോത്രം, കർത്താവ് നിരാശയുടെ ദൈവമല്ല. അണ്ടർലൈനിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നിരാശയുടെ പുത്രനായിട്ടോ നിരാശയുടെ പുത്രിയായിട്ടോ അല്ല. നിങ്ങൾ പുതിയ നിയമത്തിൽ യബേസ് ആയിട്ടല്ല ജീവിക്കേണ്ടത്, ദുഃഖപുത്രൻ യബേസ്. പകരം നിങ്ങൾ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപയാൽ മാനപുത്രനായിട്ടാണ് ജീവിക്കേണ്ടത്. മാനപുത്രനായിട്ടാണ് ജീവിക്കേണ്ടത്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു എന്നല്ല തിരുവചനം പറയുന്നത്. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരാശയും ദുഃഖവും നെടുവീർപ്പും തളം കെട്ടി നിൽക്കുന്നു എന്നല്ല ബൈബിൾ പറയുന്നത്. There is fullness of joy in his presence. In his presence there is fullness of joy. സങ്കീർത്തനം 16:11 പറയുന്നു, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും അവൻ്റെ വലതുഭാഗത്ത്
എന്നും പ്രമോദങ്ങളുണ്ട്. രഞ്ജിത്ത് പറഞ്ഞ ഞാൻ കേട്ടു, ധാന്യം വീഞ്ഞും വർദ്ധിച്ചതിലും അധികം സന്തോഷമാണ് ദൈവം നിങ്ങളുടെ പേഴ്സിലല്ല തന്നത്, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നത്. ഹല്ലേലൂയ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതും അധികം സന്തോഷം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. അപ്പോൾ ഈ സന്തോഷത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ആ സന്തോഷം എന്തെന്നറിയോ? 13-ാം വാക്യം 1 പത്രോസ് 4:13, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്തു യേശു നിമിത്തം നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന, ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകും? മാസ്റ്റേഴ്സ് ഉണ്ടാകുമെന്നല്ല, PhD കിട്ടുമെന്നല്ല, ക്രിസ്തുവിൻ്റെ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ലോകം നിങ്ങളെ ഉപദ്രവിക്കും. സാത്താൻ നിങ്ങളെ കാണുമ്പോൾ ചൊറിയും. സാത്താൻ നിങ്ങളെ ഉപദ്രവിക്കും. കാരണം നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുകയാണ്. നിങ്ങൾ പഴയ പാരമ്പര്യത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. എന്നാൽ സ്തോത്രം, എപ്പോഴാണോ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾ ലോകക്കാരല്ലാതാകുകയാണ്. സ്തോത്രം. അതെ, ഒരു കുയിൽക്കൂട്ടിൽ കാക്കക്കൂട്ടിൽ ഒരു കുയിൽ കുഞ്ഞ് വിരിഞ്ഞു വന്നാൽ അത് കുയിൽ കുഞ്ഞെന്ന് കണ്ട ഉടനെ കാക്കകളെല്ലാം കൂടെ അതിനെ കൊത്തി മുറിവേൽപ്പിക്കാറുണ്ട്, അതിനെ വേദനിപ്പിക്കാറുണ്ട്. കരങ്ങൾ ഉയർത്തി, അത് കണ്ടിട്ടുള്ളവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തിയാട്ടെ. കുയിലിനെ കൊത്തുന്നത് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കുയിൽ കുട്ടിയെ കാക്കകൾ കൊത്തുന്നത് കരങ്ങൾ ഉയർത്തിയാട്ടെ. 1947 മുതൽ തിരുവനന്തപുരം പട്ടണത്തിൽ ചേക്കേറിയതാണ് ബ്രദർ എന്ന് നിങ്ങൾ പറഞ്ഞാൽ പട്ടണങ്ങളിൽ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ ഗ്രാമക്കാർ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അതെ, ഈ കൊച്ച് കുയിലിനെ കാക്കകളെല്ലാം കൂടെ ഇങ്ങനെ കൊത്താറുണ്ട്. കാരണം കാക്കയെല്ലാം കൂടെ കാ കാ എന്ന് പറയുമ്പോൾ കാക്കക്കുട്ടിയും കാക്കക്കുഞ്ഞും എന്ത് ചെയ്യും? കാ കാ എന്ന് തന്നെ പറയും. അമ്മ കാ എന്ന് പറയുമ്പോൾ സ്തോത്രം കാക്കയും കാ എന്ന് തന്നെ പറയും. ഓക്കെ, നീ ഞങ്ങളുടെ ക്ലബ്ബ്. പക്ഷേ കണ്ടാൽ നോക്കുമ്പോൾ സ്തോത്രം, അതെ, ഈ കാക്ക മറ്റേ കുട്ടിയെ നോക്കി കാ എന്ന് പറയുമ്പോൾ അത് കാ എന്നല്ല പറയുന്നത്, അത് കൂ കൂ എന്ന് പറയുമ്പോൾ അവിടെ തെറ്റി. സ്തോത്രം. വേറൊരു സംസാരമാണ്, വേറൊരു ആറ്റിറ്റ്യൂഡാണ്. അതെ, അവർ പറയുന്ന കളിയും തമാശയ്ക്ക് നീ ഇരിക്കുന്നില്ല. ആ ഓഫീസിൽ നീ ഒറ്റപ്പെടുകയാണ്, ആ ജോലിയിൽ നിങ്ങൾ ഒറ്റപ്പെടുകയാണ്. ആമേൻ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവരെ പോലെ നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. 2 കൈ നീട്ടി അവർ സ്വീകരിക്കും. അവരുടെ കൂടെ ഇരുന്ന് ചീട്ട് കളിക്കുന്നു, അവരുടെ കൂടെ ഇരുന്ന് സൊറ പറയുന്നു, എക്സെട്ര എല്ലാറ്റിനും പോകും, കുഴപ്പമില്ല. പക്ഷേ അവരെല്ലാം കാ കാ എന്ന് പറയുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾ സ്വർഗീയ പൗരനായതുകൊണ്ട്, നിങ്ങൾ കർത്താവിൻ്റെ മൈൻഡുള്ളവർ ആയതുകൊണ്ട്, യേശുവിൻ്റെ മനസ്സായതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൻ്റെ ശവപ്പെട്ടിക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. യേശു കർത്താവ് നമ്മെ സ്വീകരിപ്പാൻ വേഗം വരുന്നു. അതിനുവേണ്ടി നിങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വാക്ക് മാറുകയാണ്, നിങ്ങളുടെ പ്രവൃത്തി മാറുകയാണ്. നിങ്ങളൊരു കുയിൽക്കുട്ടി എന്ന് പറയുമ്പോൾ ലോകം നിങ്ങളെ ഉപദ്രവിക്കും. യേശു കർത്താവിനെ ലോകം ഉപദ്രവിച്ചു. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുള്ളത് കൊണ്ട് ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. തീമോഥെയോസിനെ നോക്കി പൗലോസ് ആവർത്തിച്ച് പറയുന്നു, ക്രിസ്തു യേശുവിൻ്റെ ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം അനുഭവിക്കുക. ഞാൻ പറയുന്ന കഷ്ടം കർത്താവായ യേശുവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടമാണ്. അല്ലാതെ സ്തോത്രം മറ്റേ ഓട്ടോക്കാരൻ 5 രൂപ ബാക്കി തരാത്ത കഷ്ടമല്ല ഞാൻ പറയുന്നത്. അവനുമായിട്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ 5 രൂപയാണ് പുള്ളി ബാലൻസ് തരേണ്ടത്. അവനുമായിട്ട് വഴക്കുണ്ടാക്കി 2022 മുഴുവൻ സന്തോഷവും അവൻ്റെ തലയിൽ അവൻ കൊണ്ടുപോകുന്ന പരിപാടിയല്ല ഞാൻ പറയുന്നത്. കർത്താവിന് വേണ്ടി നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം. നിങ്ങൾ സ്നാനപ്പെട്ടത് കൊണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു, വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു, നിങ്ങൾ ദൈവവേല ചെയ്യുന്നത് കൊണ്ട്, കർത്താവിൻ്റെ പ്രമാണത്തിൽ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അത് നിമിത്തം നിങ്ങൾക്ക് മുറിവുണ്ട്. ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങൾ ഉള്ളതുപോലെ ജീവിക്കുന്നത് കൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കുന്ന രക്തസാക്ഷി ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു തട്ടുപാടുണ്ടായാൽ, അതുകൊണ്ട് അയ്യോ എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് പറഞ്ഞ താടിക്കും കൈയും കൊടുത്തിരിക്കല്, നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. കാരണം എന്ത്? ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പുകഴ്ച ലഭിക്കും. യേശു കർത്താവിൻ്റെ വരവെങ്കിൽ സ്തോത്രം, നിങ്ങൾ രഹസ്യത്തിൽ കരഞ്ഞതിനും ഭാരപ്പെട്ടതിനും കല്ലേറ് കൊണ്ടതിനും നിന്ദിക്കപ്പെട്ടതിനും അപമാനിക്കപ്പെട്ടതിനെല്ലാം കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് പുകഴ്ച ലഭിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് സ്തോത്രം, അതെ, ദൈവത്തിൻ്റെ സഭ സ്തോത്രം സന്തോഷിക്കട്ടെ. എന്തിനാണ്? ക്രിസ്തു യേശുവിൽ കഷ്ടപ്പെടുന്നതുകൊണ്ട്. ചില കാര്യം കൂടെയുണ്ട്, 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം തന്നെ 1-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 6-7, യേശു കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുന്നതായ സ്തോത്രം പുതിയ നിയമസഭയുടെ മറ്റൊരു പ്രത്യേകതയാണ് 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 6-7. അതിനാൽ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന്
യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാനായി ഇടയാകും. ഈ വാക്യങ്ങളെല്ലാം കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത, തേജസ്സിൻ്റെ പ്രത്യക്ഷത, തേജസ്സിൻ്റെ പ്രത്യക്ഷത എന്നാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ആ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് സ്തോത്രം പുകഴ്ചയും മാനവും ഉണ്ടാകുമെന്ന്. ആർക്കാണ് പുകഴ്ചയും മാനം ഉണ്ടാകുന്നത്? അതിലിപ്പോൾ അല്പനേരം നാനാ പരീക്ഷകൾ. അവിടെ 2 പദം എഴുതിയിട്ടുണ്ട്. 6-ാം വാക്യത്തിൽ പരീക്ഷകൾ, 9-ാം വാക്യത്തിൽ പരിശോധനകൾ. സ്തോത്രം, ടെസ്റ്റും ടെംപ്റ്റേഷനും അല്ലേ? 6-ാം വാക്യത്തിൽ നോക്കിയേ, അതിലിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും. അടുത്ത വാക്യത്തിൽ പറയുന്നു, പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. നോക്കിയേ, എന്തോ ബ്യൂട്ടിഫുള്ളായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ടെസ്റ്റും ഉണ്ട്, നിങ്ങൾക്ക് ടെംപ്റ്റേഷനും ഉണ്ട്. ടെംപ്റ്റേഷൻ, പ്രലോഭനം സാത്താനാണ് കൊണ്ടുവരുന്നത്. ഒരു പെണ്ണിനെ കാണിച്ച്, ഒരു ആണിനെ കാണിച്ച്, അതേ വീഡിയോ കാണിച്ച്, ഒരു പടം കാണിച്ച്, മറ്റും സാഹചര്യം കാണിച്ച്, സ്തോത്രം, അതേ ദൈവമില്ലാത്ത പരിപാടി കാണിച്ചു വരുന്നത് ടെംപ്റ്റേഷനാണ്, പ്രലോഭനങ്ങൾ. യേശു കർത്താവിന് സ്തോത്രം അതേ മരുഭൂമിയിൽ വന്നതുപോലെ ഉണ്ടായതുപോലെ വരുന്നതായ പ്രലോഭനങ്ങൾ, ജനമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെ പ്രലോഭനങ്ങൾ. ആ പ്രലോഭനങ്ങളെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ കൃപയാൽ ജയിക്കുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, പ്രലോഭനങ്ങളെ ജയിക്കണം. പറഞ്ഞാട്ടെ, പ്രലോഭനങ്ങളെ ജയിക്കണം. അവരെ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി, അവരെ നിരന്തരം മെസ്സേജ് അയച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി. നോവേ, അവർ ഹായ് പറയട്ടെ, നിങ്ങൾ മിണ്ടാതിരിക്കുക. സ്തോത്രം, ആ വാട്സപ്പിൽ നിന്ന് ആ നമ്പർ, ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യും. അവരെ പറ്റുമെങ്കിൽ ബ്ലോക്ക് ചെയ്യും. കാരണം കർത്താവില്ലാത്ത ഒരു മാങ്ങാത്തൊലിയും നിങ്ങൾക്ക് ആവശ്യമില്ല. ഐ എം സോറി, ഞാൻ തിരുവനന്തപുരം മലയാളമായി ആയിപ്പോയി പറഞ്ഞത്. യേശുവിൽ നിന്ന് അകറ്റുന്ന ഒരു ആകർഷണവും ഒരു ചിലന്തി വലകളും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രലോഭനങ്ങൾ എല്ലാവരും, അയ്യോ നിങ്ങളെ കാര്യമല്ല പറഞ്ഞത്. ഒരിക്കലൂടെ സ്തോത്രം, യേശു ഇല്ലാത്ത സ്തോത്രം കർത്താവിൽ നിന്ന് അകറ്റുന്ന പ്രലോഭനങ്ങൾ വേണ്ട. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. 2-മതായി പറയുന്നു, ശോധനകൾ, പരിശോധനകൾ, ടെസ്റ്റ്. തീയിലൂടെ പോകുന്നത് പോലെ, വെള്ളത്തിലൂടെ പോകുന്നത് പോലെ ഉള്ളതായ ശോധനകൾ, പരിശോധനകൾ നിങ്ങൾ ജയിക്കുന്നു, പ്രലോഭനങ്ങളെ ജയിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, അതെ, സ്തോത്രം, പ്രലോഭനങ്ങളെ നിങ്ങൾ ജയിക്കുന്നു, അതുപോലെ പരിശോധനകളെയും നിങ്ങൾ ജയിക്കുന്നു. വീണ്ടും അബ്രഹാമിൻ്റെ പരിശോധനയെക്കുറിച്ച് ഒറ്റ സെൻറ്റൻസ് ഞാൻ പറയട്ടെ. അബ്രഹാം മകനെ നൽകിയപ്പോൾ, സ്തോത്രം, അതെ, മോറിയാമലയിൽ അബ്രഹാം മകനെ നൽകിയപ്പോൾ തമ്പുരാൻ ഇങ്ങനെയാണ് സ്തോത്രം അബ്രഹാമിനോട് ആ ഇസഹാക്കിന് പകരം ആട്ടിൻകുട്ടിയെ യാഗമാക്കി കഴിഞ്ഞപ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, അബ്രഹാമേ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? ഐശ്വര്യമായി അനുഗ്രഹിക്കും. നമുക്ക് നല്ലൊരു ഐശ്വര്യമുണ്ട്. സ്തോത്രം, അവളത് കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താണ് ഐശ്വര്യമായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, നീ അനുഗ്രഹത്തിന് അടയാളമായി തീരും. അനുഗ്രഹത്തിന് നീ അടയാളമായിരിക്കും. അതുകൊണ്ടാണ് ശാപത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 3-ാം അധ്യായം എഴുതിയപ്പോൾ യാക്കോബിൻ്റെ അനുഗ്രഹമെന്നോ യോസെഫിൻ്റെ അനുഗ്രഹമെന്നല്ല പറഞ്ഞത്, അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞത്. അർത്ഥം, നീ ഒരു സംസാര വിഷയമാകും, നീ ഒരു റോൾ മോഡലാകും. നിന്നെ പോലെ എന്ന നാട്ടുകാർ പറയും. ഓ കമോൺ, നിന്നെ പോലെ എന്ന നാട്ടുകാർ പറയും. നീ അവരെ ഫോളോ ചെയ്യത്തില്ല, അവർ നിന്നെ ഫോളോ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കണ്ടീഷൻ, ശോധനകളെ ജയിക്കണം, പ്രലോഭനങ്ങളെ ജയിക്കണം. പാസ്റ്റർമാർ നിന്നെ അനുകരിക്കണം, പ്രാസംഗികന്മാർ നിന്നെ അനുകരിക്കണം. അതെ, വിശ്വാസികൾ നിന്നെ കണ്ട് പഠിക്കണം. ഹല്ലേലൂയ. ഏതോ ഗ്രീനിച്ച് ക്ലോക്ക് നോക്കിയിട്ട് ലോകത്തിലുള്ള എല്ലാ ക്ലോക്കിൻ്റെ സമയം കറക്റ്റ് ചെയ്യുന്നത് പോലെ തിരുവനന്തപുരത്ത് നീ ഒരു ആത്മീയ ക്ലോക്കായി ദൈവകൃപയാൽ നിൽക്കണം, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആരെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രലോഭനങ്ങളെ ജയിക്കുന്നു, ശോധനകളെ ജയിക്കുന്നു. പ്രലോഭനങ്ങളെ ജയിക്കുന്ന, ശോധനകളെ ജയിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ ചേർപ്പാൻ യേശു കർത്താവ് കടന്നു വരുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിലും സ്തോത്രം യാക്കോബ് അപ്പോസ്തലൻ ശോധനകളെ കുറിച്ച് പറയുന്നുണ്ട്, പരീക്ഷകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് സ്തോത്രം ടെംപ്റ്റേഷൻ അല്ല, ടെസ്റ്റാണ്. ദൈവത്താൽ വരുന്നതായ ടെസ്റ്റ്. സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ ജയിക്കുന്നു, അതുപോലെ ദൈവത്താൽ വരുന്നതായ ടെസ്റ്റിനെയും ജയിക്കുന്നു. വീണ്ടും തിരുവചനം പറയുന്നു, സ്തോത്രം, 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. 1 തെസ്സലോനിയൻ 5:23. എല്ലാവരും ആ വാക്യം ഒന്ന് കാണാതെ പഠിക്കണം. ഞാൻ നിർത്തി. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? മുഴുവൻ, പകുതിയല്ല, ഇടയ്ക്കിടയ്ക്കല്ല, ഒരു ഭാഗമല്ല. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. സ്വന്തം കരത്തെ തലമേൽ വെച്ചിട്ട് പറഞ്ഞാട്ടെ, എന്നെ മുഴുവൻ ശുദ്ധീകരിക്കണം. എല്ലാവരും പറഞ്ഞ മക്കളെ,
എന്നെ മുഴുവൻ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. മുഴുവൻ ശുദ്ധീകരണം. എവിടെയാണ് ആ മുഴുവൻ ശുദ്ധീകരണം? താഴെ നോക്ക്. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടേണ്ടതിന്. നമുക്ക് എത്ര ബ്യൂട്ടിഫുള്ളായി വചനം എഴുതിയിരിക്കുന്നു, അവൻ്റെ പ്രത്യക്ഷത. ഇന്ന് ഈ വായിച്ച സകല വാക്യങ്ങളിലും അതേ ജോയിൻ ചെയ്തിരിക്കുന്ന കാര്യമാണ് യേശുവിൻ്റെ പ്രത്യക്ഷത, യേശുവിൻ്റെ പ്രത്യക്ഷത, യേശുവിൻ്റെ പ്രത്യക്ഷത. താമസിച്ച് ജോയിൻ ചെയ്ത എല്ലാവരോടും ഞാൻ പറയുന്നു, ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങിവരവാണ്. അതിൻ്റെ അർത്ഥമാണ് യേശുവിൻ്റെ പ്രത്യക്ഷത, യേശുവിൻ്റെ പ്രത്യക്ഷത, യേശുവിൻ്റെ പ്രത്യക്ഷത. ആർക്ക് വേണ്ടി വരുന്നു? ശുദ്ധീകരണമുള്ളവരെ ചേർപ്പാൻ യേശു കർത്താവ് കടന്നു വരുന്നു. ഹല്ലേലൂയ. ഞായറാഴ്ച ഒരു സ്റ്റൈലിൽ ജീവിച്ച് തിങ്കൾ മുതൽ ശനി വരെ മറ്റൊരു സ്റ്റൈലിൽ ജീവിക്കുന്നവരെയല്ല. രഹസ്യത്തിലും പരസ്യത്തിലും അകത്തും പുറത്തും സ്തോത്രം, അറിഞ്ഞതിലും അറിയാത്തതിലും, പ്ലാറ്റ്ഫോമിൻ്റെ മേലെയും താഴെയും, സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ദൈവത്തിൻ്റെ കൃപയാൽ ശുദ്ധീകരണത്തോടെ ജീവിക്കുന്നവരെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. കാരണം യേശു ആരാണ്? അവൻ വിശുദ്ധനാണ്. ദൈവം പറഞ്ഞ വാക്യം എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. പറഞ്ഞാട്ടെ, സ്തോത്രം. നിങ്ങൾ വിശുദ്ധനായിരിക്കണം. നിങ്ങൾ അങ്ങോട്ട് മാത്രം നോക്കിയാൽ പറ്റത്തില്ല, എന്നെ നോക്കി ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എങ്ങനെയായിരിക്കണം? പറ മക്കളെ, എല്ലാവരും പറ, എങ്ങനെയായിരിക്കണം? പറ, വിരൽ ചൂണ്ടി പറ, ധൈര്യമായിട്ട് പറ. നിങ്ങൾ ആരായിരിക്കണം? വിശുദ്ധനായിരിക്കണം. സ്തോത്രം, വിശുദ്ധനായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാഹചര്യങ്ങളിൽ കുടുങ്ങാത്തതും നമ്മൾ സാഹചര്യങ്ങൾ ഓടിപ്പോകാത്തതും. സ്തോത്രം. ഞാൻ എന്നെക്കുറിച്ച് പറയട്ടെ, നമ്മളെ ഉത്തരവാദിത്വമുള്ള ജനമുണ്ട്, നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം ആത്മാക്കളുണ്ട്. യോസെഫ് പാപം ചെയ്തിരുന്നെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം മറ്റൊന്നായേനെ. ഞാൻ ഉത്തരവാദിത്വമുള്ള ദൈവദാസന്മാരെയും ദൈവമക്കളെ നോക്കി പറയട്ടെ, നിങ്ങൾ പാപം ചെയ്യാത്തത്, നിങ്ങൾക്ക് പാപം ചെയ്യാത്തത് സാഹചര്യമില്ല കഴിവില്ലാഞ്ഞിട്ടോ അല്ല, പകരം നിങ്ങൾ തൊലയാതിരിക്കേണ്ടതിനും നിങ്ങളെ നമ്പിയിരിക്കുന്ന ഒരു കൂട്ടം ജനം നശിച്ചു പോകാതിരിക്കേണ്ടതിനും വേണ്ടിയാണ്. അതുകൊണ്ട് യേശുവിൻ നാമത്തിൽ കർത്താവിൻ്റെ കൃപയാൽ വിശുദ്ധിയിൽ ജീവിച്ചാട്ടെ. നിന്റെ വാക്ക് വിശുദ്ധമുള്ളതാകട്ടെ, നിന്റെ ചാറ്റ് വിശുദ്ധമുള്ളതാകട്ടെ, നിന്റെ നോട്ടം വിശുദ്ധമുള്ളതാകട്ടെ, നിന്റെ രഹസ്യം പരസ്യം വിശുദ്ധമാകട്ടെ. കാരണം കടന്നു വരുന്ന കർത്താവ് വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. സൺഡേ ക്രിസ്ത്യാനികളെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്, സൺഡേ പെർഫോമൻസിനെ ചേർക്കാനല്ല യേശു വരുന്നത്. സ്തോത്രം. പകരം വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. കർത്താവ് പറഞ്ഞു, ഹൃദയ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മിണ്ടുന്നില്ല. ഹൃദയ ശുദ്ധിയുള്ളവർ, അവർ പ്രാസംഗികരാകട്ടെ, അവർ പ്രവാചകന്മാരാകട്ടെ, ദൈവദാസന്മാരാകട്ടെ, പഴയ വിശ്വാസിയാകട്ടെ, പുതിയ വിശ്വാസിയാകട്ടെ, അവർ സഭയിലെ ഏത് സ്റ്റാറ്റസിൽ നിന്നാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹൃദയ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. ഇന്ന് ഞാനിങ്ങനെ സ്തോത്രം ഇൻഡിഗോ വിമാനത്തിൽ ഇങ്ങനെ വന്നപ്പോൾ സ്തോത്രം, അതെ നല്ല ടയർഡാ, 2 ദിവസമായി ഉറങ്ങിയിട്ട്. എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് അത് കാണാൻ കഴിയുമായിരിക്കും. സ്തോത്രം. ആരോട് വിരോധമുള്ളത് കൊണ്ടല്ല ഞാനിങ്ങനെ നിൽക്കുന്നത്. സ്തോത്രം. മെനിഞ്ഞാന്ന് ഭാഗികമായിട്ട് ഉറങ്ങിയുള്ളൂ, ഇന്നലെ പൂർണ്ണമായി ഉറങ്ങിയില്ല. സ്തോത്രം. അതെ, അങ്ങനെ വന്നപ്പോൾ പ്ലെയിനിലിരുന്ന് അല്പം മയങ്ങി, ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, അപ്പം മയങ്ങി. ട്രിവാൻഡ്രത്താറായപ്പോൾ അനൗൺസ്മെൻ്റ് ഒന്ന് കണ്ണു തുറന്നു. സ്തോത്രം. അപ്പോൾ വണ്ടി ഇങ്ങനെ താഴുകയാണ്. സ്തോത്രം. ആ വിൻഡോയിലൂടെ നോക്കുമ്പോഴേക്കും വലതുവശത്തെ കടലാണ്, ഇടതുവശത്ത് കെട്ടിടങ്ങളും മലയൊക്കെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, സ്തോത്രം, ഇത് കോവളത്ത് പോയി കറങ്ങിയല്ല ഇത് ലാൻഡ് ചെയ്യുന്നത്, ഇത് ടെക്നോ പാർക്കിന് മുകളിലൂടെയാണ് ഈ സംഭവം ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ കർത്താവേ, സേഫ് ലാൻഡിങ്ങിനായി സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. നിങ്ങൾ വണ്ടി എടുക്കുമ്പോഴേ എപ്പോഴും പ്രാർത്ഥിച്ചേ പോകാവൂ. ഓ, മിണ്ടുന്നില്ല. നിങ്ങൾ വണ്ടി എടുക്കും, യേശുവിൻ്റെ രക്തം ജയം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ പോകാവൂ. ആമേൻ. ഞാൻ എല്ലാ ഫ്ലൈറ്റിലും കയറുമ്പോൾ ആ വാതുക്കൽ നിൽക്കുന്നതായ മറ്റേ പെൺകുട്ടിയുണ്ടല്ലോ, അവൾ നിൽക്കേ എല്ലാ പല്ലും കാണിച്ച് ഗുഡ് മോർണിംഗ് സർ എന്ന് പറയുമ്പോഴേക്കും വെൽക്കം ബോർഡ് ആരാ? എയർ ഹോസ്റ്റസ്. അല്ലാതെ എൻ്റെ കമാൺ നിങ്ങൾ സ്തോത്രം അതെ എന്ന് പറയുമ്പോൾ അതെ അവളെ നോക്കി, അവൾ ചിരിച്ചതുപോലെ ചിരിച്ചില്ലെങ്കിൽ നമ്മൾ ചിരിക്കുമ്പോൾ തന്നെ ആ വണ്ടിയുടെ മേൽ കൈവച്ച് ഇങ്ങനെ പറയും, യേശുവിൻ്റെ രക്തത്താൽ ജയം. ഒരു ഡ്രസ്സ് നിങ്ങൾ ധരിക്കാൻ എടുക്കുമ്പോഴും പറയണം, യേശുവിൻ്റെ രക്തത്താൽ ചെയ്യാം. ഒരു വണ്ടി കയറുമ്പോൾ പറയണം, യേശുവിൻ്റെ രക്തത്താൽ ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഉറക്കമെണീക്കുമ്പോൾ തന്നെ ഉടനെ പറയണം, സ്റ്റേ റൈറ്റ് അണ്ടർ ദ ബ്ലഡ്, യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ എന്നെ തന്നെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നേരെ വരുന്ന അഗ്നി അസ്ത്രങ്ങൾ, ചെയ്യാൻ കാത്തിരിക്കുന്ന ദുർഭൂതങ്ങൾ അറബിക്കടലിലേക്ക് ചെതറിപ്പോകും. സോ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, വണ്ടി ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ലാൻഡ് ചെയ്ത് താണ് ഇങ്ങനെ വന്ന് സ്തോത്രം എയർപോർട്ടിൻ്റെ ക്യാമ്പസിലേക്ക് വന്നപ്പോൾ ഒത്തിരി ഉയരത്തിലാണ് സംഭവം നിൽക്കുന്നത്. ഒരു 10 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് സംഭവം. അപ്പോൾ ഇതെങ്ങനെ ലാൻഡ് ചെയ്യാം?
ഇതിലെൻ്റെ ആണെങ്കിൽ ഇന്ന് വൈകിട്ട് ബൈബിൾ സ്റ്റഡിക്ക് വേറെ ആരെങ്കിലും പ്രസംഗിക്കും എന്നുള്ള കണ്ടീഷനായി. കാര്യം ഇത് ഇത്രയും ഹൈറ്റിൽ നിൽക്കുകയാണ്. സ്തോത്രം. ഇത് ഇപ്പോൾ ടച്ച് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അതെ സ്തോത്രം മൂക്കുത്തി നിലത്ത് വീടും. ഇന്ന് ബൈബിൾ സ്റ്റഡിക്ക് വേറെ ആരെങ്കിലും നോക്കിയാൽ മതി. അടുത്ത ഞായറാഴ്ചത്തേക്കും തുടർന്നുള്ള ദിവസങ്ങളിലും ആരെങ്കിലും നോക്കിയാൽ മതി. അങ്ങനെ ആരും പ്രാർത്ഥിക്കില്ല, ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ അല്ലേ? സ്തോത്രം. അല്ല, നിങ്ങളെ നോട്ടവും ഭാവമൊക്കെ കണ്ടപ്പോൾ, നിങ്ങളുടെ നോട്ടവും ഭാവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് സ്തോത്രം സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ സ്തോത്രം ഇങ്ങനെ താണ് വന്നത് വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും പൊങ്ങി. അടുത്തിരുന്ന ആളിനോട് ഞാൻ പറഞ്ഞു ലാൻഡിങ് അബോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ലാൻഡിങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അവർക്കങ്ങ് പേടിയായി. അയ്യോ, ലാൻഡിങ് ക്യാൻസൽ ആയി. പുള്ളിക്ക് ലാൻഡ് ചെയ്യാൻ അറിയത്തില്ലയോ? ലാൻഡിങ് അറിയാത്ത ആളാണോ? വിമാനത്തെ താഴെ ഇറക്കാൻ അറിയാത്ത ആളിനെയാണോ സ്തോത്രം അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. മേ ബി സം തടസ്സം എന്തെങ്കിലും ഉണ്ടായിരിക്കും. നോ പ്രോബ്ലം. സ്തോത്രം. നമ്മൾ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ കയറിയ. ഉടനെ പുള്ളിക്കാരി ചോദിച്ചു ഫാമിലി ഉണ്ടോ, ഫ്രണ്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞു അയ്യേ അല്ല, അത് വേറെ, ഞാൻ ഒറ്റയ്ക്കല്ല. പിന്നെ അത് നമുക്ക് ഇത്രയും നേരം ഉറങ്ങിയത് കൊണ്ട് സ്തോത്രം അവർ കുറുക്കം വലി കേട്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ 5 മിനിറ്റ് അവർ സുവിശേഷം കിട്ടും. പിന്നെ അത് ടച്ച് ഡൗൺ ആയപ്പോഴേക്കും ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം. അതെ, വേണമെങ്കിൽ അപ്പോൾ അത്രയും വലിയ വിമാനം എയർബസ് A321 അത്രയും താണു വന്നാൽ വേണമെങ്കിൽ സ്തോത്രം ആ ലാൻഡിങ് ഗിയർ വീണ്ടും സ്തോത്രം പൂർവ്വസ്ഥിതിയിലാക്കി ലാൻഡിങ് മാറ്റിയിട്ട് മറ്റൊരു ചോയ്സ് എടുത്ത് വീണ്ടും പൊങ്ങി വീണ്ടും കടലിനപ്പുറത്തൂടെ കറങ്ങി വന്ന് വീണ്ടും ലാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ വിശുദ്ധിക്ക് വേറൊരു ചോയ്സ് ഇല്ല. ഇൻഡിഗോ വിമാനത്തിന് ചോയ്സ് ഉണ്ട്, പൈലറ്റുമാർക്ക് വേറെ ചോയ്സ് ഉണ്ട്, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ചോയ്സ് ഉണ്ടായിരിക്കും. സസ്പെൻഷനും ഒക്കെ ആയിരുന്നവർക്ക് തിരിച്ചെടുക്കാം. പക്ഷേ വിശുദ്ധിയിൽ കോംപ്രമൈസ് ചെയ്താൽ ഒരിക്കലും കോംപ്രമൈസ് ഇല്ല. വിശുദ്ധന്മാരെ ചേർപ്പാൻ കർത്താവ് വീണ്ടും വരുന്നുണ്ട്. കരങ്ങളിൽ അടിച്ച ദൈവജനം ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. വിശുദ്ധന്മാരെ ചേർപ്പാൻ കർത്താവ് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ പ്രാണൻ, നിങ്ങളുടെ ശരീരം അനന്യം വിശുദ്ധിയിലായിരിക്കട്ടെ. അകത്തു നിന്നാണ് വിശുദ്ധി ആരംഭിക്കുന്നത്. നിങ്ങളുടെ പേഴ്സിലോ, നിങ്ങളുടെ തൊഴുത്തിലോ, നിങ്ങളുടെ വാഹനത്തിലോ, നിങ്ങളുടെ അക്കൗണ്ടിലോ അല്ല. നിങ്ങളുടെ ആത്മാവിൽ വിശുദ്ധീകരണം. 2, നിങ്ങളുടെ പ്രാണൻ, നിങ്ങളുടെ മനസ്സിൽ വിശുദ്ധീകരണം. നമ്പർ 3, അത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, അത് പുറമേ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ ശരീരത്തിന് ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം വിശുദ്ധീകരണം. സ്തോത്രം. വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭയെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു വീണ്ടും. സ്തോത്രം. അതെ, മർക്കോസ് സുവിശേഷം 13:33 മടങ്ങി വരുന്ന കർത്താവ് സഭ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നു. ഞാൻ ഏതുകൊണ്ട് ഒരു മെസ്സേജ് ഇതിനെക്കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആ വാക്യം മാത്രം ഞാൻ വായിച്ചു പോകട്ടെ. മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. സ്തോത്രം. മർക്കോസ് സുവിശേഷം 13:33 വായിക്കുമ്പോൾ 13:33 ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയാതെ കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. യേശു എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഒരു പ്രവാചകൻ പറവാൻ തക്കവണ്ണം കഴിയത്തില്ല. അടുത്ത കുറേ വേരിയൻറ്റിന് വരുന്നതിന് മുമ്പ് യേശു വരും, മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് യേശു വരും, അല്ലെങ്കിൽ വാക്സിൻ വരുന്നതിന് മുമ്പ് യേശു വരും എന്നൊന്നും ആർക്കും പറവാൻ തക്കവണ്ണം കഴിയത്തില്ല. സ്തോത്രം. വരുന്ന കർത്താവിനെ അറിയത്തില്ല, പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല, ദൂതന്മാർ പോലും അറിയുന്നില്ല. പിതാവായ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നാളും നാഴികയും അറിയാതെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കണം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എങ്ങനെ ഇരിക്കണം? കർത്താവിൻ്റെ വരവിന് വേണ്ടി പറഞ്ഞേ ഉണർന്നും പ്രാർത്ഥിച്ചുമിരിക്കണം. ശക്തിയോടെ ഒരിക്കൽ കൂടെ ഉണർന്നും പ്രാർത്ഥിച്ചുമിരിക്കണം. വല്ലാത്ത കാലത്തിലൂടെ പോകുകയാണ് തമിഴ്നാട്. സ്തോത്രം. അതെ, എല്ലാ ദിവസങ്ങളും മറ്റോ കർഫ്യൂ പ്രഖ്യാപിക്കുന്നു. സൺഡേ വന്ന് ലോക്ക്ഡൗൺ എന്ന് പറയുന്നു. തമിഴ്നാട്ടിലുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് കൂടി വരുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. സോ എക്സെട്ര ഇങ്ങനെ ഒരു വല്ലാത്ത കാലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ആർക്കാണ് മനസ്സ് ക്ഷീണിക്കാതെ സ്തോത്രം പിടിച്ചു നിൽപ്പാൻ കഴിയുന്നത്? ഉണർന്നും പ്രാർത്ഥിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ ഈ അന്ത്യകാലത്ത് പിടിച്ചു നിൽപ്പാൻ കഴിയത്തുള്ളൂ. വളരെ ശക്തമായി ഞാൻ പറയുന്നു, ഉണർന്നും പ്രാർത്ഥിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ സ്തോത്രം പിടിച്ചു നിൽപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഉഴപ്പിയാൻ പറ്റത്തില്ല. നിങ്ങൾ ആത്മാവിൽ ഉണരണം. ഏറ്റവും ഉണർത്തപ്പെട്ട വിശ്വാസി നിങ്ങളായിരിക്കണം. നിങ്ങളുടെ പുറത്തെ മനുഷ്യൻ ഉറങ്ങിയാലും നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഉണർന്നിരിക്കട്ടെ. പ്രിയൻ്റെ ശബ്ദം സ്തോത്രം കന്യക കേട്ടു എന്ന് അതേ ഉത്തമഗീതത്തിൽ വായിക്കുന്നത് പോലെ നിങ്ങളുടെ പുറത്തെ മനുഷ്യൻ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ അകത്തെ മനുഷ്യൻ കർത്താവിൻ്റെ ശബ്ദം കേൾപ്പാൻ ഉണർന്നിരിക്കട്ടെ. ഉണർന്നും പ്രാർത്ഥിച്ചും. ഞാൻ നിർത്തി. സ്തോത്രം. ഫൈനലി യേശു കർത്താവ് സഭയെ ചേർപ്പാൻ കടന്നു വരുന്നു. എങ്ങനെയുള്ള സഭയെ ചേർപ്പാൻ? വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതെ അതിൻ്റെ 26-ാം വാക്യം. വെളിപ്പാട് 2:26 ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഒരിക്കൽ കൂടെ ജയിക്കണം. ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കണം.
അവസാനത്തോളം അനുഷ്ഠിക്കണം. ജയിക്കണം, അവസാനത്തോളം അനുഷ്ഠിക്കണം. 3:11 കൂടെ വായിക്കാമോ? 3:11 വെളിപ്പാട് 3:11. സ്തോത്രം. ഞാനും നിന്നെ കാക്കും, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. സ്വന്തം കരത്തെ നോക്കി പറഞ്ഞാട്ടെ, കൈമോശം വരല്. പറഞ്ഞാട്ടെ, കൈമോശം വരല്. അവസാനത്തോളം പിടിച്ചു നിൽക്കണമെന്ന്. അതാണ് അതിൻ്റെ കാര്യം. അവസാനത്തോളം പിടിച്ചു നിൽക്കണം. സ്തോത്രം. മത്തായി സുവിശേഷം 24:13. അവസാനത്തോളം പിടിച്ചു നിൽക്കണം. മത്തായി 24:13. അത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാവരും പറയണം ഇത്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരിക്കൽ സ്നാനപ്പെട്ട് കാണും, മലമേൽ കയറി കാണും, ഇപ്പം നിങ്ങൾ താഴ്വരയിൽ ഇറങ്ങിക്കാണും. പറ്റത്തില്ല മക്കളെ. നമ്മളെപ്പോഴും എവറസ്റ്റിന് മുകളിൽ തന്നെ താമസിക്കണം. മനസ്സിലായില്ല? നമ്മളെപ്പോഴും എവറസ്റ്റിന് മുകളിൽ തന്നെ പാർക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥായിയിൽ തന്നെ നിങ്ങൾ തുടരണം. അവിടെ നിന്ന് വീണ്ടും മുന്നേറണം. വിശ്വാസത്തിലേക്ക്. അവിടെ നിന്ന് വീണ്ടും ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, മഹത്വത്തിലേക്ക് പിടിച്ചു നിൽക്കണം. ഈ പരിപാടി താഴെ വെക്കല്. അവസാനത്തോളം പിടിച്ചു നിൽക്കണം. ഇടയ്ക്ക് സ്തോത്രം. അതെ, താഴെ വെക്കല്. എനിക്കറിയാം, വളരെ ഭയങ്കരമായി, ആരെയും കുറ്റം പറയാനല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ കണ്ടതാണ്, ഈ ലോങ് ലാസ്റ്റായി നിന്നവരെക്കാൾ ഒത്തിരി പേർ പിന്മാറിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കനൽക്കട്ടകളായിരിക്കേണ്ട പലരും കരിക്കട്ടകളായി പോയി. പലരും ദൈവകൃപ നഷ്ടപ്പെട്ടു. പലരും സഭയ്ക്ക് പുറത്തു പോയി. പലരും ശുശ്രൂഷകൻ മുരടിച്ചു പോയി. പലരും ബിസിനസ്സിലേക്ക് പൈസ സമ്പാദിക്കാൻ വേണ്ടി അതേ പിന്മാറ്റത്തിലേക്ക് പോയി. മറ്റുള്ളവരെ സ്തോത്രം. അതേ, മറ്റുള്ള ആരെങ്കിലും കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഭയപ്പെടുകയാണ്. ഞാൻ പറയുകയാണ് സഹോദരങ്ങളെ. എന്താ ഞാൻ പറയുന്നത്? കർത്താവേ, നിന്നതല്ല, നീ എന്നെ നിർത്തിയതാണ്. ദൈവത്തിൻ്റെ കൃപ തന്നാൽ മാത്രമേ നമുക്ക് നിൽക്കാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ തന്നാൽ മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. നിനക്കെതിരെ സംസാരിക്കുന്ന സാത്താൻ കാണും, നിന്നെ കൂടെ നിന്ന് ചതിക്കുന്നവർ കാണും, നിന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത ജനം കാണും. എന്നാൽ അവരുടെ നടുവിൽ ഞാൻ നിന്നതല്ല, കർത്താവ് പണം തന്നല്ല, കൃപ തന്ന് എന്നെ ദൈവത്തിൻ്റെ കൃപയാൽ നിർത്തിയതാണ്. നിങ്ങളെ നിർത്തിയതാണ്. ഇന്നലെ വരെയും നിർത്തിയ കർത്താവ് ദൈവത്തിൻ്റെ കൃപയാൽ നിന്നെന്ന് പറയുന്നവരുണ്ടെങ്കിൽ 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് ഒരു സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്നലെ ഞാൻ സെക്കൻഡറാബാദിലായിരുന്നു. നിങ്ങൾ സ്തോത്രം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടു കാണും. പാസ്റ്റർ ഡേവിഡ് രാജിൻ്റെ സ്തോത്രം ഫ്യൂനറൽ സർവീസ് ആയിരുന്നു, നടക്കാരാധനയായിരുന്നു ഇന്നലെ. വളരെ ചെറുപ്പം മുതലേ എനിക്ക് തോന്നുന്നു ഒരു 12-13 വയസ്സ് മുതൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവദാസനാണ് പാസ്റ്റർ ഡേവിഡ് രാജ് അവർകൾ. സ്തോത്രം. ഞാൻ ഇന്നലെ ഫ്യൂനറൽ സർവീസ് പറഞ്ഞ പോലെ TPMൻ്റെ ഏറ്റവും ഗ്ലോറിയസ് ആയി നിന്ന ഒരു ദൈവദാസനുണ്ട്, പാസ്റ്റർ സി ജോൺ. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഒരു 10-40 വർഷം മുമ്പ് ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾക്ക് കേൾക്കാൻ തക്കവണ്ണം കഴിയും. പാസ്റ്റർ സി ജോൺ. ആ സി ജോണെ വസ്ത്രം എടുത്ത് വെക്കുന്നത്, വസ്ത്രം തേക്കുന്നത്, ആ സി ജോൺ എന്ന ദൈവദാസനെ കരുതുന്നത്, അദ്ദേഹത്തിന് വേണ്ടി തമിഴിൽ പറഞ്ഞാൽ പണിയുടെ ചെയ്യുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത് ഈ പാസ്റ്റർ ഡേവിഡ് രാജാണ്. സ്തോത്രം. അതെ, ഒരു ശുശ്രൂഷകനെ സ്തോത്രം എത്രത്തോളമാണോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്, അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന ബൈബിളിൽ ധാരാളം എക്സാമ്പിൾ പറഞ്ഞ് എനിക്ക് പറയാൻ തക്കൊണ്ട് കഴിയുന്നത്. മോശയും സ്തോത്രം യോശുവയാണെങ്കിലും, അത് ശമൂവേലും, അത് സ്തോത്രം ശൗലാണെങ്കിലും, ശമൂവേലും ദാവീദാണെങ്കിലും, അത് പൗലൂസും തീമത്യോസ് ആണെങ്കിലും, ഒരു ശുശ്രൂഷകനെ എത്രത്തോളമാണ് ശുശ്രൂഷിക്കുന്നത് അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അങ്ങനെ സി ജോൺ അവർകൾ ഈ ദൈവത്തിൻ്റെ ദാസനെ ശുശ്രൂഷിച്ചു. സി ജോൺ പാസ്റ്റർ മരിക്കുന്ന ആ ആഴ്ചയിൽ സ്തോത്രം ഇദ്ദേഹം കുളിപ്പിച്ച് വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് ഇങ്ങനെ സ്തോത്രം, ആ വലിയ അപ്പച്ചൻ നല്ല പ്രായമുണ്ട്, അദ്ദേഹത്തെ ഇങ്ങനെ ശുശ്രൂഷിക്കും നിൽക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പാസ്റ്റർ സി ജോണിൻ്റെ മേൽ വന്ന് അദ്ദേഹം 2 കരങ്ങളെ ഈ പാസ്റ്റർ ഡേവിഡ് രാജിൻ്റെ മേൽ വെച്ചിട്ട് പറഞ്ഞു, ദൈവം തന്നെ ഭയങ്കരമായി ഉപയോഗിക്കും, ദൈവം തന്നെ ഭയങ്കരമായി ഉപയോഗിക്കും, ദൈവം നിന്നെ ഭയങ്കരമായി ഉപയോഗിക്കും. നീ എനിക്കൊരു അനുഗ്രഹമായതുകൊണ്ട് നീ ലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഞാൻ കണ്ടു 2012 അവസാന നാളുകൾ തുടങ്ങി സ്തോത്രം ഞാൻ കണ്ടു പാസ്റ്റർ ഡേവിഡ് രാജ് തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കും ഒരു ഭയങ്കര അനുഗ്രഹമായിരുന്നു. പാസ്റ്റർ എസ് എണ്ണയുടെ കൂടെ ആ വലിയ റിവൈവൽ മൂവിൽ ഈ ദേവദാസൻ ഏറ്റവും ഫോർഫ്രണ്ടിലായിരുന്നു. എവിടെയെങ്കിലും ഒരു ഓർഡിനേഷൻ ഉണ്ടോ, പാസ്റ്റർ ഡേവിഡ് രാജാണ്. സ്തോത്രം. എവിടെയെങ്കിലും പ്രധാനപ്പെട്ടതായ അതെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടോ, കൺക്ലൂഷൻ വരുന്നത് പാസ്റ്റർ ഡേവിഡ് രാജാണ്. കഴിഞ്ഞ ഞായറാഴ്ച 1:30 മണി ഏകദേശം 1:20 ആയപ്പോൾ എല്ലാ ഹോസ്പിറ്റലും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സാച്ചുറേഷൻ ലെവൽ കുറയുകയാണ്. കോവിഡൊന്നും അല്ല,
അദ്ദേഹത്തിൻ്റെ കിഡ്നി ഇൻഫെക്റ്റഡ് ആണ്, ശ്വാസകോശം ഇൻഫെക്റ്റഡ് ആണ്. സ്തോത്രം. അദ്ദേഹത്തെ വീട്ടിലേക്ക് വിട്ടു. ചർച്ച് 1:30 മണിയല്ലേ, 1 മണിക്ക് സഭായോഗം കഴിഞ്ഞ് ആയിരക്കണക്കിന് ജനം അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നു, ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ജനം അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. 2 പിള്ളേർ, 2 ആൺകുട്ടികളാണ് അദ്ദേഹം, പാസ്റ്റർ ജബരാജും പാസ്റ്റർ ജോയും. പ്രത്യേകിച്ച് പാസ്റ്റർ ജോയ് പറഞ്ഞു, അപ്പാ പേസിംഗപ്പാ പ്ലീസ് പേസിംഗപ്പാ, സംസാരിക്കണമേ എന്ന് പറയുകയാണ്. അവസാന സ്റ്റേജ് ആയപ്പോഴേക്കും ആ 2 പിള്ളേരും കൂടെ അപ്പൻ്റെ കൈ പിടിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ അങ്ങയുടെ ഹിതം നടക്കട്ടെ, ദേഹി ആത്മാവിനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതും ആ ഫേസ്ബുക്ക് വീഡിയോയിൽ ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി. എത്ര ഭയങ്കര അന്ത്യാണ്. ഖമാൻ, ഒരു ഐസിയിലും കിടന്നില്ല, പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി. സ്തോത്രം. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങളെങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്? ഞാൻ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്? യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് താഴ്വരയിലേക്ക് ഇറങ്ങി തകരണ്ട. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ജനത്തിന് അറിയത്തില്ലായിരിക്കാം, അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് അറിയത്തില്ല, പക്ഷെ അറിയേണ്ടവൻ അറിയുന്നുണ്ട്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്തോത്രം. അവൻ നിങ്ങളെ മാനിക്കും. അവൻ വേഗം വരുന്നുണ്ട്. അവൻ നിങ്ങളെ ചേർപ്പാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വേഗം വരുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തു സഭ എങ്ങനെയെങ്കിലും അല്ല ജീവിക്കേണ്ടത്, പകരം കർത്താവിൻ്റെ സഭ സ്വർഗീയ പൗരന്മാരാണ്, സ്വർഗീയ മാനസിക അവസ്ഥയിലാണ്, ദൈവ സ്നേഹത്തിലാണ്. സ്തോത്രം. ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ്, കർത്താവിന് വേണ്ടി കഷ്ടത സഹിച്ചാണ്, പ്രലോഭനങ്ങളെ ജയിച്ചാണ്, ദൈവിക വിശുദ്ധിയിലാണ്, ഉണർന്നും പ്രാർത്ഥിച്ചുമാണ് അവസാനത്തോളം മുറുകെ പിടിച്ചു നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടത്തില്ല, ഞാനും നഷ്ടപ്പെടത്തില്ല. നാമോ വീണവരുടെ കൂട്ടത്തിലല്ല, നാമോ സാക്ഷികളെ ഇത്ര വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, ഒരിക്കൽ കൂടെ, സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, ഇൻ ജീസസ് നെയിം ഗ്യാരണ്ടിയാ ഞാൻ പറയട്ടെ, നിങ്ങൾ വീഴേണ്ടവരല്ല, പകരം നിങ്ങൾ നിൽക്കേണ്ടവരാണ്. അനേകായിരങ്ങളെ നിങ്ങൾ ദൈവകൃപയാൽ നിർത്തേണ്ടവരാണ്. അനേകായിരങ്ങളെ നിങ്ങൾ നിർത്തേണ്ടവരാണ്. കമാൻ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ, എനിക്കായി മുറിവേറ്റതാ ആ പൊൻകുഞ്ഞൻ മുത്തുവാൻ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോ വഞ്ചിക്കുന്നേ, വെള്ളത്തിനാ കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ. 2 കരങ്ങളെ ഉയർത്തി മണ്ണീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ അങ്ങയുടെ വരവിനായി, അങ്ങയുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി എന്നെ ഒരുക്കണമേ. അങ്ങയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അങ്ങനെ ഒരുക്കണമേ. അങ്ങയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവിടെ തന്നെ ഒരുക്കണമേ. പിതാവേ, ഈ നല്ല ദിവസങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. വല്ലാത്ത ഘട്ടത്തിലൂടെ ഈ തലമുറ ആയിരിക്കുമ്പോൾ, ഭയന്നും പേടിച്ച് ആകുലതകളിൽ നിരാശകളിൽ ജനമായിരിക്കുമ്പോൾ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കി ഉണർന്നും പ്രാർത്ഥിച്ചും അവസാനത്തോടും പിടിച്ചു നിൽക്കുവാൻ അങ്ങയുടെ കൃപയാൽ ഏവരെയും അവിടുന്ന് സഹായിക്കും. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി അവിടുന്ന് പകരും. ദൈവകൃപയിൽ അവിടുന്ന് സൂക്ഷിക്കും. എല്ലാ മഹത്വം അങ്ങയ്ക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി. ആദരിക്കും, ആശീർവദിക്കും. നിന്റെ ജനത്തെ അങ്ങയുടെ വരവിനായി ഒരുക്കും. കൃപ കൂടെ ഇരിക്കും. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇമ്പോർട്ടൻ്റ് ആയ ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാളെ 6:30 മണി കഴിയുമ്പോൾ ഇതേ പ്ലാറ്റ്ഫോമിൽ സ്തോത്രം, അതെ, 3-ാം മൂട കൺവെൻഷൻ്റെ ലൈവ് ഉണ്ടായിരിക്കും. മീഡിയ ടീം എന്നോടൊപ്പം
സ്തോത്രം. അതേ, മൂന്നാമൂട് ഉണ്ടായിരിക്കും. ക്രൈസ്റ്റ് സെൻറ്റർ വോളണ്ടിയറായി സ്തോത്രം അത് ചെയ്യുകയാണ്. വോളണ്ടിയറായി നമ്മൾ പോയി സ്തോത്രം പ്രസംഗിക്കുകയാണ്. ട്രിവാൻഡ്രം ഏരിയയിൽ എത്രയോ മീറ്റിങ്ങിന് നമ്മൾ പൈസ മേടിക്കാത്തതുപോലെ, ഓഫറിങ് വാങ്ങാത്തതുപോലെ ഈ മീറ്റിങ്ങും അങ്ങനെയാണ്. നല്ല കാര്യമല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പ്ലീസ് ദയവായി പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ സിസ്റ്റർ പേഴ്സിസ് ജോണിൻ്റെ ഗാനശുശ്രൂഷ ഉണ്ടായിരിക്കും. അവരെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം സ്തോത്രം ശക്തമായ ദൈവിക ദൂതുകളും മറ്റും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളെല്ലാം യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് സ്തോത്രം